കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ പകലിലും നമുക്ക് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുന്നതിനും എല്ലാം നമുക്ക് ദൈവം അവസരം നൽകിയിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രിയിലും ഞാൻ ഈ കഴിഞ്ഞ പകലിൽ സംസാരിച്ചതിൻ്റെ ബാക്കി പത്രം എന്നതുപോലെ ചില ചിന്തകൾ പറയുന്നു. 9:30 വരെ ഞാൻ ഈ വചനത്തിൽ സംസാരിക്കും. ശേഷം ഒരു 15 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള സമയം കൂടെ ആയിട്ട് സ്തോത്രം കർത്താവ് സഹായിക്കണം. ഞാൻ ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ച് കഴിഞ്ഞ പകലിൽ പറഞ്ഞു. അപ്പോൾ ഗ്രേറ്റ് കമ്മീഷനിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം വിട്ടിട്ട് വരണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൻ്റെ ബാക്കി ഒരുപാട് കിടപ്പുണ്ട്. നമ്മുടെ സമയത്തിൻ്റെ അപര്യാപ്തം കൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും ഒന്ന് തൊട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അടുത്തത് ഈ ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ് എന്ന് പറയാം. ഗ്രേറ്റ് കമ്മീഷൻ പറഞ്ഞു, ഞാൻ ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ് പറയാം. ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ് മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 36 to 40. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യം. ഗുരു ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയതെന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഗ്രേറ്റ് കമാൻഡ്മെന്റ് ആണ് കർത്താവ് പറഞ്ഞത്. ഒരാൾ കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചതാണ് അതെങ്ങനെയാണ്. കർത്താവ് എന്ത് ചെയ്തു? പഴയ നിയമത്തില് മോശയിക ന്യായപ്രമാണത്തെ കംപ്രസ് ചെയ്ത് രണ്ടാക്കി. ഒന്ന്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. സ്തോത്രം. സെക്കൻഡ്, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. സ്തോത്രം. ഈ രണ്ട് കൽപ്പനയ്ക്കകത്ത് സകലതും ഇൻവോൾവാണ്. സ്തോത്രം. അപ്പം ഈ രണ്ട് കൽപ്പനകളെയും കർത്താവ് ഒരേ നിലവാരത്തിൽ, അതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത തരത്തിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് മാറ്റി നിർത്തി മറ്റൊന്നിനെ കൊണ്ടുവരാനോ ഒന്ന് ഒഴിച്ചു നിർത്തി വേറൊന്നിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനോ അല്ല. അതിലുപരി രണ്ട് തലത്തിൽ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഒന്നാമതായി നിൽക്കേണ്ടത് തന്നെയാണ് എന്ന് കർത്താവ് പറയാം. സ്തോത്രം. ദൈവത്തെ നമ്മൾ എങ്ങനെയാ സേവിക്കേണ്ടതെന്നാ പറഞ്ഞേ? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അല്ലേ ദൈവത്തെ ആരാധിക്കാൻ പറയുന്നത്. സ്തോത്രം. അത്തരം ഒരു തലത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ സേവിക്കുന്ന ഒരു നല്ല ഭക്തൻ എന്നുള്ളൊരു തലത്തിലേക്ക് വരുള്ളൂ. നമ്മളൊക്കെ ചിലരെ കുറിച്ച് പറയണം, അയാൾ നല്ലൊരു ഭക്തനായിരുന്നു. എന്താ ഈ മലയാളത്തിൽ ഭക്തൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? നമ്മള് എല്ലാ മീറ്റിങ്ങിനും വരുന്ന ഒരാൾ നല്ല ഭക്തനാണ്, നമ്മുടെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു അല്ലേ? സ്തോത്രം. റെഗുലറിൽ വേദോസ്തം വായിക്കുന്ന ഒരാള് ഭക്തനാണ്. എല്ലാ മീറ്റിങ്ങിലും കിട്ടിയ അദ്ദേഹം പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുകയും ചെയ്യും. നല്ലൊരു ഭക്തനാണ് നമ്മൾ പറയുന്നത്. സ്തോത്രം. നന്നായിട്ട് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ഒരാളാണ്. എന്തൊരു നല്ല ഒരു മനുഷ്യൻ, നല്ല ഭക്തനാണ് മനുഷ്യൻ അല്ലേ? സ്തോത്രം. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്തായിട്ടാണ് കാണുന്നത്? ഭക്തനായിട്ടാണ് അല്ലേ? സ്തോത്രം. ഭക്തന്റെ ഒരു നിർവചനം 112-ാം സംഗീതത്തിന് 1-ാം വാക്യം. അപ്പൊ ആരെ ഏറ്റവും വലിയ ഭക്തൻ? യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് രണ്ടുമാണ് പ്രശ്നം. അപ്പം ഭക്തി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഗോഡ് ഫിയറിംഗ് എന്നാണ്.
ഇല്ലേ? ദൈവത്തെ ഭയപ്പെടുന്നവനെയാണ് ഭക്തൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എടുത്ത് ഏതെങ്കിലും ദൈവഭക്തി എന്നൊക്കെയുള്ള ബൈബിൾ പദം എടുത്ത് വെച്ചിട്ട് അതിന്റെ ഇംഗ്ലീഷ് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ എന്താ പറയുന്നത്? ഗോഡ് ഫിയറിംഗ് എന്നാണ്, ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്ന അർത്ഥം. സ്തോത്രം. ഈ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പിശാചിനെ എനിക്ക് ഭയമുണ്ട്. ഞാൻ ഒരു എക്സ്പ്ലനേഷൻ പറയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിശാചിനെ ഭയമില്ലേ? ദൈവത്തെക്കാൾ കൂടുതൽ ആരെയും നമുക്ക് ഭയം? പിശാചിനെ അല്ലേ? ദൈവത്തെ അത്രയും ഭയമില്ല. സ്തോത്രം. ഒരു പ്രവാചകൻ വന്നിട്ട് തലയെ കൈവച്ചിട്ട് നിന്റെ വീടിന് ചുറ്റും ബാധയുണ്ട്, കൂടാത്രം ചെയ്തിരിക്കുന്നവർ ആ രാത്രി ഉറക്കമുണ്ടാവും. ഒരു ഉറക്കമുണ്ടാകും. സ്തോത്രം. നമുക്കാകെ ഭയമായി, പ്രശ്നമായി. അല്ല, സ്തോത്രം. ഒരു പാമ്പിനെ കാണുമ്പോൾ ഉള്ള പേടി, ഒരു നാട്ടിലൊക്കെ ചില പട്ടിശല്യം ഭയങ്കര കൂടുതലാണ് അല്ലേ? ആ ഒരു ഭയം, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഫിയർ എന്നല്ല, അഫ്രൈഡ് എന്ന പദം ഉപയോഗിക്കുന്നത്. ഞാനതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്, മനസ്സിലായോ? ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഗോഡ്. അഫ്രൈഡിൻ്റെ കൂടെ ഒരു ഓഫ് കാണും. സ്തോത്രം. ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നവരെ പട്ടിയെ പേടിച്ച പേടിയിലല്ല, പാമ്പിനെ പേടിച്ച പേടിയിലല്ല, എന്നെ ഒരാൾ കുത്തിക്കൊല്ലാൻ വരുമ്പോൾ ഉണ്ടായ പേടിയല്ല, പിശാചിനെ കണ്ട പേടിയല്ല. സ്തോത്രം. എനിക്ക് എൻ്റെ അപ്പനെ പേടിയുണ്ട്. അതെങ്ങനെയാണ് പേടി? സ്നേഹത്തിൽ നിന്നുള്ള പേടിയാണ് അല്ലേ? അവിടെ ഉപയോഗിക്കുന്നതാണ് ഫിയർ എന്ന പദം. സ്തോത്രം. ഫിയർ ഓഫ് ഗോഡ് ഉപയോഗിക്കുന്നത്. സ്തോത്രം അല്ലേ? അപ്പം ദൈവത്തിന്റെ ഭയമെന്ന് പറയുന്നത് എന്താണ്? സ്നേഹത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഭയമാണ് അല്ലേ? സ്തോത്രം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഒരു കൂട്ടുകാരുടെ ഒത്ത് കളിക്കാൻ പോകും. എവിടെ പോയാലും 6 മണിയാകുമ്പോൾ വീട്ടിൽ എത്തിരിക്കണമെന്ന്. കളിക്കോ എന്തൊക്കെ ചെയ്തു, പക്ഷെ 6 മണിയാകുമ്പോൾ വീട്ടിൽ എത്തിരിക്കണം. 6 മണി കഴിയുമ്പോൾ നമ്മുടെ ചില സ്പോട്ട് അറിയാം, കളിക്കുന്ന ചില സ്പോട്ടുകൾ അറിയാം. അവിടെ ഒരു വരവുണ്ടാവും. ആ വരവ് കണ്ടില്ലെങ്കിൽ ആ സ്പോട്ട് മുതൽ വീട്ടിൽ വരെ നല്ല അടിയായിരിക്കും. ഇനി ദൂരെ നിന്ന് വരുന്നത് എന്റെ കൂട്ടുകാരാരെങ്കിലും കണ്ടിട്ടാണ് എങ്കിൽ നമ്മൾ വേറെ വഴി കൂടെ അവിടെ ഒരു ഒറ്റ വീടിൽ വിടും. സ്തോത്രം. പല വഴി കൂടെ വീടിന്റെ പരിസരത്തെത്തും, പക്ഷെ വീട്ടിൽ കയറില്ല. പക്ഷെ അമ്മ കാണും. അമ്മ ഇങ്ങനെ പരിമി പമ്മിയൊക്കെ നിൽക്കുമ്പോൾ അപ്പൻ അറിയാവും ആള് ഈ പരിസരത്ത് ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് അല്ലേ? സ്തോത്രം. പിന്നെ അപ്പൻ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പം അമ്മ ഇങ്ങനെ ഇരിക്കും, അടുക്കള വാതിൽ ചെറുതായിട്ടൊന്നാണ് തുറന്നിട്ടിട്ട് അവിടെ തന്നെ ഫുഡ് എന്തെങ്കിലും വിളമ്പി ശരിയാക്കി വെച്ചിരിക്കും. ഇത് അപ്പൻ അറിയാൻ വയ്യായിട്ടൊന്നുമല്ല അല്ലേ? അമ്മ ഈ പണി ചെയ്യുന്നുണ്ടെന്ന് അപ്പൻ അറിയാഴികയല്ല, അപ്പം പോട്ടനൊന്നുമല്ല അല്ലേ? ഇതൊക്കെ അമ്മ ചെയ്യുന്നുണ്ടെന്ന് എടുക്കുന്നറിയാം. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്. ഇത് ഫാദർ അറിഞ്ഞിട്ടില്ല, അമ്മയുടെ സ്നേഹം എത്ര വരണം. പക്ഷെ ആ മനുഷ്യനൊരു കാരുണ്യമുണ്ട് അവിടെ അല്ലേ? ഒരു സ്നേഹമുണ്ട് അല്ലേ? എൻ്റെ കുഞ്ഞാണ്, മോനാണ്. സ്തോത്രം. പക്ഷെ ആ ഭയത്തിൽ നിന്നെങ്കിലേ എൻ്റെ ജീവിതം വളർന്നു, എൻ്റെ ലൈഫ് എന്തായി വരുള്ളൂ? മോൾഡായി വരുള്ളൂ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ഒരു ഷേപ്പ്ലെസ് നേച്ചറിൽ, സ്വഭാവത്തിൽ ഞാൻ എന്ത് ചെയ്യും? വളരും. സ്തോത്രം. അപ്പൊ എന്റെ ക്യാരക്ടർ ഫോർമേഷൻ, എന്റെ എന്താ പറയുന്ന സ്പിരിച്വൽ ഫോർമേഷൻ, സ്തോത്രം, എന്റെ എഡ്യൂക്കേഷൻ ഫോർമേഷൻ, എന്റെ ഫ്യൂച്ചർ ലൈഫിലുള്ള ഫോർമേഷൻ ഒക്കെ എന്തിനു വേണ്ടി പണിയാണ് ഈ അപ്പൻ? സ്തോത്രം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി കാണാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ എർത്തിലി ഫാദർ സൺ ഓർ ഡോട്ടർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സ്തോത്രം. മക്കൾ എപ്പോഴും അപ്പനെ എന്തായിട്ടാണ് കാണുന്നത്? ഒരു ഭീകരജീവിയായിട്ടാണ് കാണുന്നത് അല്ലേ? സ്തോത്രം. പക്ഷെ അമ്മയും അമ്മ എത്ര അടിച്ചാലും മക്കൾക്ക് പ്രശ്നമില്ലല്ലോ ഇല്ലേ? ഒരു ദിവസം ഒരു കൊച്ചു പിള്ളേർക്ക് വേണ്ടി 25 ഞുള്ളോ പിടിയോ എന്തെങ്കിലും ഒക്കെ കിട്ടും. പക്ഷെ മാസത്തിൽ ഒരിക്കലും അപ്പനൊരു പിടി പിടിക്കുകയുള്ളൂ. പക്ഷെ പിള്ളേർക്ക് എപ്പോഴും അപ്പനോടാണ് പ്രശ്നം അല്ലേ? സ്തോത്രം. ഞാൻ എന്റെ കാര്യം കൊണ്ട് തന്നെ പറഞ്ഞു, പിള്ളേരുമില്ല. സ്തോത്രം. പ്രശ്നം അവിടെയാണ്. സ്തോത്രം. അമ്മയൊക്കെ ആണെങ്കിലില്ല, പല്ലൊക്കെ കടിച്ച കൂടിയല്ല. കാരണം അമ്മയ്ക്ക് ഒരു നുള്ളു ഉള്ളുമ്പോൾ ഈ പല്ല് തേഞ്ഞു പോവുകയല്ലാതെ ഈ കൊച്ചിന് ഒരു നോർത്തൊന്നുമില്ല. പക്ഷെ അപ്പനൊരു കുട്ടിയുടെ വിളിച്ച കാളെ കാറ്റുന്ന പോലെ അല്ലേ? തൊലി അവിടെ നിന്ന് അങ്ങ് പോകും. സ്തോത്രം.
അപ്പൊ ഒറ്റ അടി മതി, എപ്പോഴും അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മുടെ അപ്പന്മാരോട് നമുക്ക് സ്നേഹമില്ലായ്മയുണ്ടോ? നമുക്ക് ബഹുമാനമില്ലായ്മയുണ്ടോ? ആദരവില്ലായ്മയുണ്ടോ? സ്തോത്രം. ഇതെല്ലാം നമുക്കുണ്ട്. സ്തോത്രം. ഇതിനെന്താ പറയുന്നത്? ഫിയർ എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഫിയർ. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് ആരോടുള്ളത്? ദൈവത്തോടുള്ളത്. ഹല്ലേലൂയ. നമ്മൾ എന്തെല്ലാം ഗുരുത്തക്കേട് സ്പിരിച്വലി കാണിക്കുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം ക്ഷമിച്ചും സ്നേഹിച്ചും നമ്മെ കൊണ്ട് നടക്കുന്നില്ലേ? അല്ലേ? സ്തോത്രം. പക്ഷെ പിശാചോ ചെയ്യോ? ഇല്ല. സ്തോത്രം. പക്ഷേ ഒരു പിതൃവാത്സല്യം പോലെ നമ്മെ സ്നേഹിക്കുക. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താ ഉണ്ടാകേണ്ടത്? അപ്പനെ കൊണ്ടുവന്ന് സ്തോത്രം വൃദ്ധസനത്തിനല്ല, അല്ലെ? ഇന്നത്തെ ട്രെൻഡാണല്ല. ദൈവത്തെ കൊണ്ടത് എവിടെ തള്ളിയിരിക്കുകയാണ്? ഒരു മൂലയ്ക്ക് തള്ളി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്റെ വഴി പ്രസംഗിച്ചിരിക്കുകയാണ്. അതാണോ എന്റെ വേദന? അല്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞെന്താ അറിയോ? നിന്റെ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. എന്തോ ഒരു എന്താ പറയുക, ദൈവത്തോടുള്ള ആ ഒരു ഭക്തി അല്ലെങ്കിൽ ആ ഭയം, ആ സ്നേഹം അതുണ്ടായി വരണമെന്ന് പറയാണ്. അത് സ്നേഹിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടാണ്. സ്തോത്രം. ഞാൻ കുറെ എക്സാമ്പിൾസ് വേദപുസ്തകത്തിൽ നിങ്ങളോട് പറയാം. സ്തോത്രം. മൊർദെഖായി, ഹാമാനും. സ്തോത്രം. എസ്തറിന്റെ പുസ്തകം 3-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യം. എസ്തർ ചാപ്റ്റർ 3 വേഴ്സസ് 2 and 5. രാജാവിന്റെ വാതിൽക്കലെ രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. അപ്പോൾ രാജാവിന്റെ വാതിൽക്കലെ രാജഭൃത്യന്മാർ മൊർദെഖായിയോട്, നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു. താൻ യഹൂദനെന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്തോത്രം. അവിടുത്തെ 2 പദം കണ്ടോ? സ്തോത്രം. ഒന്ന് എന്ത് ചെയ്തില്ലെന്ന? കുമ്പിട്ടില്ല, വണങ്ങിയില്ല. 2 പദം അല്ലേ? സ്തോത്രം. ബോർഡ് ആൻഡ് റെവറൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. കുമ്പിട്ടില്ല, വണങ്ങിയില്ല. സ്തോത്രം. ഈ 2 പദം കൂടെ ചേർന്ന് വരുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്, വർഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായി? സ്തോത്രം. ഇതിന്റെ ഹീബ്രു പദമാണ് ഷാഹ. ഷാഹ എന്ന് പറയുന്ന ഹീബ്രു പദം. വീണ് കുമ്പിട്ട് വണങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. അടുത്തൊരു പദമാണ് പ്രൊസ്ക്യൂനയോ എന്ന് പറയുന്ന ഗ്രീക്ക് പദം. വെർബ. സ്തോത്രം. ക്രിയപദമാണ്. അത് ഇതുപോലെയാണ്: വീണ് കുമ്പിട്ട് നമസ്കരിക്കുക. സ്തോത്രം. ഇതിനെയാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. വർഷിപ്പിന്റെ 2 ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഗ്രീക്കിലെ 2 പദപ്രയോഗങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? വീണ് കുമ്പിട്ട് നമസ്കരിക്കുക, ദൈവത്തെ ആരാധിക്കുക. സ്തോത്രം. മൊർദെഖായി ഇത് ആരുടെ മുമ്പിൽ ചെയ്തില്ല? ഹാമാന്റെ മുമ്പിൽ ചെയ്തില്ല. സ്തോത്രം. ഒരു യഹൂദന്റെ പാഠശാലയിൽ ആരെയാണ് വീണ് കുമ്പിട്ട് നമസ്കരിച്ച് ആരാധിക്കേണ്ടതെന്ന് കൃത്യമായ പഠനം അവന് കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ മുമ്പിലല്ല. സ്തോത്രം. ഹാമാനോട് വിരോധം ഉള്ളതുകൊണ്ടല്ല, വൈരാഗ്യം ഉള്ളതുകൊണ്ടല്ല, അസൂയ ഉള്ളതുകൊണ്ടല്ല, പക്ഷേ അവനൊരു പ്രമാണമുണ്ട്. സ്തോത്രം. എവിടെ വീഴാവൂ, എവിടെ കുമ്പിടാവൂ, എവിടെ നമസ്കരിക്കാവൂ, എവിടെ ആരാധിക്കാവൂ എന്ന് കൃത്യമായ അറിവ് ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ നല്ല കൃത്യതയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹാമാനെ, നിനക്കത് മനസ്സിലാകില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഈഗോയുടെ വലിപ്പം കൊണ്ട് വേറൊരുത്തിന്റെ പ്രമാണത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അത് നിന്റെ നിഘണ്ടുവിലേ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മൊർദെഖായിക്ക് അറിയാം. സ്തോത്രം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, ഭൂചരങ്ങളെ നിർമ്മിച്ചവൻ, അവൻ ഭൂമണ്ഡലത്തെ നിർമ്മിച്ച നിർമ്മാതാവ്, ഹാലേ അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഹാലേ അനാദിയും ശാശ്വതവുമായ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മുൻപിൽ അല്ലാതെ ഒരു മനുഷ്യന് വീണു വണങ്ങാൻ അവൻ അനുവാദമില്ല എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഹാലേ ഗ്രേറ്റ് കമാൻഡ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ എവിടെയാണ് വീണ് നമസ്കരിക്കേണ്ടത്?
എവിടെയാണ് വീണ് വണങ്ങേണ്ടത്? കർത്താവിന്റെ മുമ്പിലാണ്. അല്ലേ? സ്തോത്രം. പക്ഷേ നമ്മുടെ ആരാധന മേഖലകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. സ്തോത്രം. ആമേൻ. 1-2 ആരാധന കൃത്യമായിട്ടൊരു വീഡിയോ എടുത്തിട്ട് ശേഷം എല്ലാവരും അതൊന്ന് കാണണം. അപ്പൊ നമ്മുടെ ഇരിപ്പ്, നമ്മൾ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു ആരാധനയിൽ നമ്മുടെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്, ദൈവ ഭയത്തിലും ഭക്തിയിലുമാണോ നമ്മൾ ഇരിക്കുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാവും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. പക്ഷേ ഒരു യഹൂദന്റെ ഒരു ആരാധനാലയത്തിൽ നമുക്ക് ഒരിക്കലും അത് കാണാനായിട്ട് കഴിയില്ല. സ്തോത്രം. അവന്റെ ഭയങ്കര ഭയത്തിലാണ് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നത്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോഴും നിങ്ങൾ ഈ വെസ്റ്റേൺ വാളില് സ്തോത്രം വിലാപ മതിലിൽ അവിടെ ചെന്നത് യഹൂദൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾ നോക്കിയാൽ മതി. വീഡിയോയുടെ ആവശ്യമുണ്ട്. നിങ്ങളൊന്ന് നോക്കണം. സ്തോത്രം. അവനിങ്ങനെ തല ഇങ്ങനെ ഇടിച്ച് അവൻ എത്ര സമയമാണ് അവിടെ പ്രാർത്ഥിക്കാൻ അറിയാം. അവിടെ പരസ്പരം ആരും തമ്മിൽ സംസാരിക്കാറില്ല. സ്തോത്രം. അവൻ വേറൊരുത്തരോട് കുശലൻ അത് കഴിഞ്ഞിട്ട് മാത്രമേ അവർ ചെയ്യാറുള്ളൂ. ആ പ്രാർത്ഥനാ സമയത്ത് അവരൊരു കാര്യം ചെയ്യില്ല. സ്തോത്രം. നമ്മുടെയൊക്കെ ആരാധനാ കൂട്ടങ്ങളിൽ പൊതുവെ താമസിച്ചേ വരുള്ളൂ. സ്തോത്രം. താമസിച്ച് വന്നിട്ട് ഒന്നുകിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ തുടക്കിലാക്കിയിട്ട് എന്തുകൊണ്ട് വിശേഷം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സ്തോത്രം. പക്ഷെ വന്നിട്ട് ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഡിസ്റ്റർബ് ചെയ്ത് പ്രാർത്ഥിച്ചു കണ്ണു അടച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അത്രേ ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. അവനോട് പറയട്ടെ, താമസിച്ചില്ലേ വന്നത് അറിയത്തില്ലേ? അപ്പോഴും ശനി വന്നതേ താമസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ കൂടെ പ്രാർത്ഥിപ്പിക്കാതെ അവർ കുറച്ച് കാര്യം പറഞ്ഞിട്ട് കാര്യം പോകുള്ളൂ. ഇല്ലെങ്കിലും സ്വസ്ഥതയും സമാധാനമില്ല. സ്തോത്രം. ഇതാണ് നമ്മുടെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രയില് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പറ്റും, ചിൽക്കൽഗുഡ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ ഞാൻ അവിടെ കണ്ട ഒരു കാഴ്ചയുണ്ട്. താമസിച്ചാണെങ്കിലും എവിടെയാണോ സ്പേസ് അവിടോട്ട് വന്നിരുന്നിട്ട് സ്തോത്രം അവര് ഒരു 2-3 മിനിറ്റ് മുട്ടയിലിരുന്ന് കൈ 2 ഉയരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചേച്ച് അങ്ങനെ ഇരിക്കും. എന്നിട്ട് ആ സ്റ്റേജിൽ എന്താണോ നിൽക്കുന്നത് അതിലേക്ക് ശ്രദ്ധിക്കും. ഇടത്താരാണോ വലത്താരാണോ അവർക്കൊരു ചിന്തയില്ല. സ്തോത്രം. അവർ വന്ന് എന്തിനാണല്ലോ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ സേവിക്കാനാവുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വരുന്ന എന്തിനാണെന്നറിയാമോ? ഇല്ലേ? നമുക്ക് ഒരു കമ്പനി വർഷിപ്പ് ഉണ്ടെങ്കിൽ ഉടനെ പുതിയ സാരി വേണം, അല്ലെങ്കിൽ പുതിയ ചൂരിദാർ വേണം, അപ്പൊ നമ്മൾ എന്തിനാ പോകുന്നത്? ഷോയത്തിന് അല്ലേ? സ്തോത്രം. നമ്മുടെ ഡ്രസ്സ് കാണിക്കാൻ, നമുക്ക് കർത്താവിനെ കാണാനല്ല പോകുന്നത്, നമ്മുടെ ഡ്രസ്സ് കാണിക്കാൻ, നമ്മുടെ പ്രൗഢി കാണിക്കാൻ, ഇതിനൊക്കെയാണ് നമ്മൾ പോകുന്നത്. സ്തോത്രം. അവിടെ ദൈവത്തിന് എന്താ പ്രസാദമുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ആരാധനയ്ക്കകത്തിരുന്ന് മെസ്സേജ് അയക്കുക, മൊബൈലിൽ കളിക്കുക, കോൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യുക. ഒരു ആരാധനയ്ക്ക് വന്നാൽ മൊബൈൽ ഓഫ് ചെയ്തിട്ട് വരും. സ്തോത്രം. ഒന്നിൽ അത് സൈലന്റ് വെക്കണം. ഇന്ന് ആള് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിലല്ല വരേണ്ടത്. ആര് വിളിച്ചാലും ഞാൻ ആ മൊബൈൽ എടുക്കില്ല. അത് വേണം ചെയ്യാൻ. സ്തോത്രം. അതിന്റെ കാരണം നമ്മൾ ഇരിക്കുന്ന ആരുടെ മുമ്പിലാ? ദൈവത്തിന്റെ മുമ്പിലാ, മഹാരാജാവിന്റെ മുമ്പിലാ. നമ്മുടെ കുഞ്ഞുങ്ങളത് പഠിക്കണം. സ്തോത്രം. നിങ്ങൾ മൊബൈലും കൊണ്ടോടി അവർ 2 മൊബൈലും കൊണ്ട് കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. കാരണം നിങ്ങൾ കാണിച്ചു കൊടുത്ത മാതൃക അതാ. ഹല്ലേലൂയ. ഇവിടെ നിന്നിട്ട് അപ്പുറത്തോട്ട് മെസ്സേജ് അയക്കുക, അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് മെസ്സേജ് അയക്കുക. സ്തോത്രം. ഇതൊക്കെ ഇന്ന് എന്തോ വൈഫൈ എല്ലാവരുടെയും മൊബൈലിൽ കണക്റ്റഡ് ആയതുകൊണ്ട് കൂടെ എന്ത് കാര്യങ്ങളും ഒരു ആരാധന ആലയത്തിൽ ഇരുന്ന് കാണിക്കാൻ പറ്റുന്ന പരിപാടിയിലാണ്. സ്തോത്രയില്ലേ? പക്ഷെ ഒരു കാര്യം, സഭയുടെ പാസ്റ്റർ കണ്ടില്ലായിരിക്കാം, മറ്റുള്ളവർ കണ്ടില്ലായിരിക്കാം, പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ അനുഗ്രഹം പ്രാപിക്കാൻ വന്നവരാണെങ്കിൽ ആ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ പൂർണ്ണ ഹൃദയത്തോടെ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ സേവിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം മൊർദെഖായിയുടെ ഞാൻ അതിന്റെ മൊത്തത്തിലേക്കും പോവുകയല്ല, പൂർണ്ണ ഹൃദയത്തോടെയായിരുന്നു മൊർദെഖായി അതിലേക്ക് പോയത്. സ്തോത്രം. ഇനി വേറൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ പറയാം. സ്തോത്രം. ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം. ഈ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ആറ്റിറ്റ്യൂഡ്സ് ആണ് ഞാൻ പറഞ്ഞത്. 6-ാം അധ്യായം 14-ാം വാക്യം. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 6:14. അവിടെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു. ലേവ്യർ യഹോവയുടെ പെട്ടകവും പൊന്നുരുപ്പടികൾ ഉള്ള ചെല്ലവും ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചു. ബേശമേശ്യർ അന്ന് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും അർപ്പിച്ചു. ഫെലിസ്ത്യർ ഐവരും ഇത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോനിലേക്ക് മടങ്ങിപ്പോയി. 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളും
നാട്ടുമ്പുറങ്ങളിലെ ഗ്രാമങ്ങളുമായ എന്റെ പ്രഭുക്കന്മാർക്കുള്ള സകല സോറി പിന്നെ സെക്കൻഡ് ക്ഷമല്ല കേട്ടോ. സെക്കൻഡ് ക്ഷമ. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചു ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ച് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു. പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. കണ്ടോ അവിടുത്തെ ഒരു പദം കണ്ടോ? ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ച് പൂർണ്ണ ശക്തിയോടെ. ആ പദം ദൈവാത്മാവ് എടുത്തെഴുതുകയാണ്. യേശു കർത്താവ് പറഞ്ഞ എന്താണ്? സ്തോത്രം. ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അവനെ സ്നേഹിക്കണം. ഇല്ലേ? ദാവീദിന്റെ ഭാഗം എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? പഞ്ഞിനൂലങ്കി ധരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധി ചെയ്തു. അവൻ വർഷിപ്പ് ചെയ്തു. അല്ലേ? അവൻ ആരാധിച്ചു. സ്തോത്രം. ഓക്കെ, 18-ാമത്തെ വാക്യം വായിച്ചു. ജനത്തെ അവൻ അനുഗ്രഹിച്ചു. കണ്ടോ? രാജാവാണെന്ന് ഓർക്കണം, പുരോഹിതനല്ല. ഹല്ലേലൂയ, ആമേൻ. ഒരു രാജസ്ഥാനത്തിരിക്കുമ്പോൾ പോലും സ്തോത്രം, അവന്റെ പ്രൈമറി ചിന്ത എന്ന് പറയുന്നത് ദൈവികമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ സുഖസൗകര്യങ്ങളോ, അവന്റെ ആഡംബരമോ, അവന്റെ സിംഹാസനമോ, അവന്റെ അധികാരമോ, അതിനോടനുബന്ധിച്ച് വരുന്ന പ്രൗഢിയോ ഒന്നും ആയിരുന്നില്ല അവന്. ഹല്ലേലൂയ. അവന്റെ മനസ്സ് നിറയെ സ്തോത്രം, ഒന്നുമില്ലാതിരുന്ന എന്നെ വിളിച്ച് ആമേൻ ഇവിടെ കൊണ്ടുവന്ന് അർഹതയില്ലാത്ത ഒരു സ്ഥാനം എനിക്ക് തന്ന ആ ദൈവത്തെ വിട്ട് കളിക്കാൻ സ്തോത്രം ആര് തയ്യാറായിരുന്നില്ലെന്നറിയാമോ? ദാവീദ് തയ്യാറായിരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ജനത്തെ കൂടെ അനുഗ്രഹിക്കുകയാണ്. സ്തോത്രം. അടുത്ത ആമേൻ 21-ാം വാക്യം വായിച്ചു. 22 വായിച്ചു. യഹോവയുടെ ജനമായ ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗ്രഹത്തിലുപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അത് യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എന്റെ കാഴ്ചയ്ക്ക് എളിവിനുമായിരിക്കും. നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വം ഉണ്ടാകുമെന്ന് പറഞ്ഞു. കണ്ടോ? സ്തോത്രം. ആറ്റിറ്റ്യൂഡ് ഓഫ് ഡേവിഡ്, മൈൻഡ് ഓഫ് ഡേവിഡ്. സ്തോത്രം. എങ്ങനെയാണ്? ആമേൻ. ഇതിലും അധികം ഞാൻ ഇപ്പോൾ ആരാധിച്ചതിലും നൃത്തം ചെയ്തതിലും അധികം. സ്തോത്രം. അതിന് എന്റെ അധികാരം തടസ്സമല്ല, എന്റെ കസേര തടസ്സമല്ല. സ്തോത്രം. എന്റെ സമ്പൽ സമൃദ്ധി തടസ്സമല്ല, എന്റെ പണം തടസ്സമല്ല. അവൻ എന്റെ കൂടെ നിൽക്കുന്നവർ എനിക്ക് തടസ്സമല്ല. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ഉയർച്ച വരുന്തോറും നമ്മുടെ മനസ്സ് താണിരിക്കണം. ഹല്ലേലൂയ. അതിൽ നമ്മൾ അഹങ്കരിച്ചുകൂടാ. നമുക്ക് ധനമുണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സ് അഹങ്കരിച്ചുകൂടാ. സ്തോത്രം. താഴ്മയോടെ ഇരിക്കുന്നെങ്കിൽ, ദാവീദ് പറഞ്ഞ അതേ മനോഭാവത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് നമ്മെ മാത്രമല്ല നമ്മുടെ തലമുറകളെ കൂടെ അതേ തലത്തിലേക്ക് അനുഗ്രഹിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞൊരു വസ്തുത, ഇനിയും ഇതിലും അധികം എന്റെ ദാസീദാസന്മാരുടെ മുൻപാകെ, ഹല്ലേലൂയ, കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ചു വരുത്തി അർഹതയില്ലാതിരുന്ന സിംഹാസനം എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് തന്ന ദൈവത്തിന് മുൻപാകെ ഞാൻ ഇനിയും നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുമെന്ന് പറയാം. ആറ്റിറ്റ്യൂഡ് കണ്ടോ? സ്തോത്രം. ഈ ഒരു മനോഭാവമാണ് എനിക്ക് നിങ്ങൾക്കും വാസ്തവമായി ഉണ്ടായി വരേണ്ടത്. സ്തോത്രം. അതിന്റെ ഓപ്പോസിറ്റ് വേറൊരാളുണ്ട്, അതാണ് മീഖൽ. സ്തോത്രം. 2 ശമൂവേൽ 6-ാമത്തെ വാക്യം. ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീഖൽ തിരുവാതിൽക്കൂടി നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുൻപാകെ കുതിച്ചു നൃത്തം ചെയ്യുന്നത് കണ്ട് തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. കണ്ടോ? സ്തോത്രം. ഈ രണ്ടുപേരുടെയും ദൈവം ഒന്നല്ലേ? അല്ലേ? രണ്ടുപേരുടെ ദൈവം ഒന്നാ, യാഹ്വേയാണ്. രണ്ടുപേർക്ക് ഒരേ പ്രമാണമില്ലേ? മോശയുടെ ന്യായ പ്രമാണം ആണ്. സ്തോത്രം. ഹല്ലേലൂയ. 2 ഗോത്രമാണെന്നുള്ളതേ ഉള്ളൂ. ദാവീദ് യഹൂദാ ഗോത്രവും മീഖൽ ബെന്യാമിൻ ഗോത്രമാണെന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. പക്ഷേ രണ്ടുപേരുടെയും ദൈവം ഒന്ന്, രണ്ടുപേരുടെയും പ്രമാണം ഒന്ന്, രണ്ടുപേരുടെയും ആരാധന ഒന്ന്, രണ്ടുപേരുടെയും നിയമസംഹിതകൾ ഒന്ന്, ഒരു വ്യത്യാസമില്ല. പക്ഷെ വർഷിപ്പിന്റെ, ദൈവത്തെ സേവിക്കുന്നതിന്റെ മനോഭാവം കണ്ടോ? 2. സ്തോത്രം. 2 ആറ്റിറ്റ്യൂഡാണ്. സ്തോത്രം. ഒരാൾ സ്തോത്രം പൂർണ്ണ ഹൃദയത്തോടെ ഏത് സാഹചര്യത്തിലും ആമേൻ ദൈവത്തെ ആരാധിക്കാൻ
അവിടെ സമയമോ സാഹചര്യമോ ആരൊക്കെ ഉണ്ടെന്നോ ഒരു വിഷയമല്ല. തന്നെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ മുൻപാകെ കുതിച്ച് ചാടി നൃത്തം ചെയ്യുന്നതിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, പട്ടുമത്തയിൽ ജനിച്ചു വീണ മീകളിന് ഹല്ലേലൂയ പ്രമാണവും ദൈവവും വിഷയമല്ല. ഹല്ലേലൂയ, സ്തോത്രം. വെള്ളിക്കരണ്ടിയിൽ ജനിച്ചവർക്ക് ഹല്ലേലൂയ ദൈവമാരെന്ന് കൃത്യതയില്ല. ആറ്റിറ്റ്യൂഡ് മാറിപ്പോയി, മനോഭാവം മാറിപ്പോയി. സ്തോത്രം. ആരാധിക്കുന്നതിനെ നിന്ദിക്കുന്ന മനോഭാവത്തിലേക്ക് അവൾ എത്തി എന്നുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും ഇല്ലേ ഇത്തരത്തിലുള്ള മീകളുമാരും അല്ലാത്ത ആളുകളൊക്കെ. സ്തോത്രം. പിന്നെ ഇയാൾ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഉച്ചത്തിൽ ഇത് ചെയ്യുന്നു. സ്തോത്രം. വലിയ ആത്മീയനാന്ന് കാണിക്കാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അരുതാത്തതൊന്നും എന്റെ വായിലൂടെ വരരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരാളുടെ പ്രാർത്ഥനയും അയാളുടെ ആരാധനയും ആമേൻ ന്യായം വിധിക്കാൻ എന്നെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഒരാളുടെ പ്രാർത്ഥനയെ ന്യായം വിധിക്കാൻ എന്നെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഒരാളുടെ സ്പിരിച്വൽ ലൈഫിന്റെ ആമേൻ നിയന്ത്രിതാവും അയാളും ദൈവവുമായിട്ട് മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതെന്റെ ഭാര്യയ്ക്ക് പോലും അല്ലെങ്കിൽ ഭർത്താവിന് പോലും അതിന്റെ മേൽ കൈകടത്താൻ അനുവാദമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് അയാളും ദൈവവുമായിട്ട് മാത്രമുള്ള ബന്ധങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് രാത്രി അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് 20-ാം വാക്യം വായിച്ചേ. 2 സാമുവേൽ അധ്യായം 6:20. ദാവീദിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ശൗലിന്റെ മകളായ മീഖൾ ദാവീദിനെ എതിരേറ്റ് ചെന്നു. നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാഥനാക്കുന്നത് പോലെ ഇന്നും തന്റെ ദാസന്മാരുടെയും ദാസികൾ കാണിയെ തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവനെന്ന് പറഞ്ഞു. കണ്ടോ? സ്തോത്രം. നിസ്സാരന്മാരിൽ ഒരുവനെ പോലെയെന്ന്. ആരുടെ മുമ്പിലാ പുള്ളി ആരാധിച്ചത്? ദൈവത്തിന്റെ മുമ്പിലാ, അല്ലേ? അപ്പൊ ആരെയാ ചെറുതായി കണ്ടത്? ഭർത്താവിനെയല്ല, ദൈവത്തെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ വലിപ്പച്ചെറുപ്പില്ല. സ്തോത്രം. എല്ലാവരും ആ മഹാരാജാവിന്റെ മുമ്പിൽ കുമ്പിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീണ് വണങ്ങുക എന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ തുടർന്നുള്ള ഏതൊരു കൂട്ടായ്മയിലും നമ്മൾ കടന്നു വരുമ്പോൾ സ്തോത്രം നമ്മൾ ഇരിക്കുന്നത് ആരുടെ മുമ്പിൽ എന്നുള്ള മനോഭാവം നമുക്ക്. ഹല്ലേലൂയ. സ്തോത്രം. ആരുടെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത്? ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? എവിടെയാണ് നാം ആരാധിക്കുന്നത്? അതിന്റെ സാഹചര്യങ്ങളോ സമയങ്ങളോ അടുത്തിരിക്കുന്നത് ആരെന്നോ ആമേ അല്ല എന്റെ ചിന്തയിലേക്ക് വരേണ്ടത്. ആമേ ഞാൻ ഇങ്ങനെ ഒച്ചത്തിൽ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ആരാധിച്ചാൽ ആമേ ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അടുത്തിരിക്കുന്നവരോ സഭയിലുള്ളവരോ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന സംശയ വിചാരത്തിലും എന്റെ പൂർണ്ണ ഹൃദയം, എന്റെ പൂർണ്ണ മനസ്സ്, എന്റെ പൂർണ്ണ ശക്തി, എന്റെ പൂർണ്ണ ആത്മാവ് കർത്താവിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആരാധിക്കുമ്പോൾ, ഞാൻ ദൈവത്തിന് മുമ്പിൽ കുമ്പിടുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രമാണത്തിലും കൽപ്പനയിലും ഞാൻ നിൽക്കുന്ന ഒരാളായി മാറ്റപ്പെടുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇനി വേറൊരു ഫാമിലിയെ ഞാൻ കാണിക്കാം. ഇനി ഒരു ഈ നമ്മുടെയൊക്കെ സ്പിരിച്വൽ ലൈഫ് ഇപ്പൊ ദാവീദിന്റെ തന്നെ ഉണ്ടോ? ഭാര്യഭർത്താവ് സ്പിരിച്വൽ ലൈഫ് ശരിയായി വരണമെങ്കിൽ കുടുംബത്തിനകത്ത് അവർ തമ്മിലുമുണ്ട് എന്ത് ഒരു അടുപ്പം, മാനസികമായി സ്പിരിച്വലി. സ്തോത്രം. ഒരു അടുപ്പം ഉണ്ടാകണം. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ. സ്തോത്രം. ലോൺ എടുക്കാൻ പോകുമ്പോൾ ഒന്നിച്ച് നല്ല മനസ്സായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ഷോപ്പിംഗ് മോളിൽ പോകുമ്പോൾ നല്ല മനസ്സാണ്, ഒരു ഒറ്റ മനസ്സാണ്, അല്ലേ? ഇപ്പം പുതിയ ഒരു കട വന്നു ഫുഡ് കഴിക്കാൻ നല്ലതാണെന്ന് കേട്ടു, രണ്ടുപേരുടെ ഒറ്റ വിളിയിലുണ്ട്. അതൊക്കെ നല്ല മനസ്സാണ്, അല്ലേ? പക്ഷെ ആത്മീയ വിഷയത്തിൽ വരുമ്പോഴോ രണ്ടെടുത്ത് നിൽക്കും, രണ്ട് തലത്തിൽ നിൽക്കും, അല്ലേ? സ്തോത്രം. കുടുംബം നന്നായാൽ ആത്മീയത നന്നായിരിക്കും. സ്തോത്രം. ഞാൻ ചില സംഗതികൾ അതുമായിട്ടും ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. അതിൽ ഞാൻ വരുന്നത് അപസ്തല പ്രവൃത്തിയിലാണ്. അപസ്തലപ്രവൃത്തി പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. അത് ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയെ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ
വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതല്ലായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഇതാ, ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്ത് വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അടുക്കൽ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ഇത് സംഭവിച്ചത് ഓൾഡ് ടെസ്റ്റമെന്റ് ടൈമിലാണോ ന്യൂ ടെസ്റ്റമെന്റ് ടൈമിലാണ്? ന്യൂ ടെസ്റ്റമെന്റ് ടൈമിലാണ്. നമ്മളിപ്പോ ഏത് പരിപാടിയും കാണിച്ചിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? കൃപായുഗമാ വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലേ? കൃപായുഗത്തിന്റെ തുടക്കം കൃപ കുത്തി ഒഴുകി മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകി വന്ന സമയത്താണ് ഈ സംഭവിച്ചത്, അല്ലേ? സ്തോത്രം ആണോ? അതെ, അല്ലേ? സ്തോത്രം. നമ്മൾ ചിന്തിക്കേണ്ട അനിവാര്യമാണ്. തിരുവഴുത്ത് ദൈവാത്മാവ് നിയോഗത്താൽ അത് എന്തുകൊണ്ടാണ് എഴുതി വെച്ചതെന്നറിയാമോ? സ്തോത്രം. നമ്മളുടെ വാണിങ്ങിന് വേണ്ടി എഴുതി വെച്ചു. സ്തോത്രം. ഇന്ന് തല്ലിക്കൊല്ലാൻ തുടങ്ങിയാൽ ഒരാളും സഭയെ കാണത്തില്ല. അതാണ് ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ 5-ാം അധ്യായത്തിൽ നടന്ന സംഭവം ഇന്നിന്റെ ഓരോ സഭകളിലും ഇല്ല എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നില്ല? എല്ലാവരും കാണത്തില്ല, അല്ലേ? സ്തോത്രം. പക്ഷെ അന്നത്തെ സമയത്തോ ഈ ഒറ്റ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായി? ഒറ്റ കുടുംബം എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 99% എങ്ങനെയുള്ളതായിരുന്നു? ആപ്റ്റായിരുന്നു, ക്ലിയർ ആയിരുന്നു, അല്ലേ? ഇന്നോ 99.9% ഈ തരത്തില. അപ്പൊ പിന്നെ കർത്താവിന് കൊല്ലാനില്ല സമയം വരും. സ്തോത്രം. അപ്പൊ കർത്താവ് അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ദീർഘക്ഷമ കാണിച്ചിരിക്കുക. അത് കൃപയായിട്ട് കാണരുത്. അത് കൃപയല്ല, കർത്താവിന്റെ ദീർഘക്ഷമയുടെ കാര്യമാണ്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ 40 വർഷം അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു. സ്തോത്രം. പിറുവിറുപ്പില്ലാഞ്ഞിട്ടും അല്ല, പിറുവിറുത്തു, മത്സരിച്ചു. സ്തോത്രം. ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്തു. അവരെ നടത്തിപ്പുകാർക്കെതിരെ എത്തുന്നു, ദൈവത്തിനെതിരെ നിന്നു. പക്ഷേ ദൈവം ഒരു ദിവസം പോലും അവർക്ക് ഭക്ഷണം മുടക്കിയില്ല. മുടക്കിയോ? ഒരു ദിവസം പോലും അഗ്നിസ്തംഭം മാറ്റി സ്ഥാപിച്ചില്ല, മേഘസ്തംഭം മാറ്റി സ്ഥാപിച്ചില്ല. ഒരുത്തിന് അസുഖം വരാൻ ദൈവം അനുവദിച്ചില്ല. ഒരുത്തിന്റെ ഉടുപ്പ് കീറിക്കളയാനും ദൈവം നിന്നില്ല. സ്തോത്രം. എല്ലാം കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ അവരിൽ ആരും എവിടെ കയറിയില്ല? സ്തോത്രം. കനാനിൽ കയറിയില്ല. സഭയെ നമുക്ക് വരാൻ പറ്റും, കൈയടിക്കാനും നമുക്ക് പറ്റും. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഉപവസിക്കാനും നമുക്ക് പറ്റും. പക്ഷേ ഞാനും എന്റെ ദൈവവുമായിട്ടുള്ളത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അല്ല എങ്കിൽ, സ്തോത്രം, അത് ദൈവികമല്ല. സ്തോത്രം. അതിനകത്ത് പത്രോസ് പറഞ്ഞൊരു പദമുണ്ട്, നീ അതിന് മനസ്സ് വെച്ചതെന്ത്? പിശാച് നിന്റെ ഹൃദയത്തെ വശീകരിക്കാൻ നീ എന്തിന് ഏൽപ്പിച്ചു കൊടുത്തു? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇനി നമുക്ക് സ്തോത്രം, ഇവർ രണ്ടുപേരുടെ വിൽക്കാനൊത്തു. ഇവർ രണ്ടുപേരുടെ ഒത്തു, വിൽക്കാനൊത്തു. സ്തോത്രം. പക്ഷെ കൊണ്ട് കൊടുക്കാൻ സമയത്ത് ഒത്തോ? നമ്മളെ ഫാമിലി ഒന്ന് അനലൈസ് ചെയ്യാം. ഈ വിറ്റ കാര്യം അപ്പോസ്തലന്മാരെ കാൽക്കൽ കൊണ്ട് വെക്കാനായിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണോ പോയെ? നോ. സ്തോത്രം. അപ്പൊ ഇതിന്റെ പിന്നിൽ കളിച്ച ഒരാൾ ആരായിരിക്കണം? ആരായിരിക്കണം? ആരായിരിക്കും? നിങ്ങളായിട്ട് പറയണ്ട. ആരായിരിക്കും? ആരായിരിക്കും? ഈ ഭാര്യമാര് പറയുമ്പോഴേ, സ്തോത്രം, ഈ ഭർത്താക്കന്മാർ അറിയാതെ അനുസരിച്ച് പോയി ചില സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. സ്തോത്രം. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്.
ഈ ഏദൻ തോട്ടത്തിൽ മുതലേ അങ്ങനെ തന്നെയാണ്. സ്തോത്രം. ഇത് തിന്നരുതെന്നൊക്കെ ദൈവം പറഞ്ഞതാ. പക്ഷേ തിന്നിച്ച് വന്നപ്പോഴും എന്ത് ചെയ്യുന്നു? തീർന്നു പിടിച്ചില്ലേ? ഇല്ല. പുള്ളി അതിൻ്റെ ഒരു ഭാഗവാക്കാകാൻ പുള്ളി തയ്യാറായി എന്നുള്ളതായില്ലേ? സ്തോത്രം. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പുരുഷനെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്, ഇല്ലേ? മണ്ണ്. വെള്ളം വീണ എന്ത് ചെയ്യും? അലിഞ്ഞു പോകും. സ്തോത്രം. ഈ സഹോദരിമാര് കണ്ണുനീര് വീഴുമ്പോഴേ പുരുഷൻ വലിയ വർത്താനം പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഇച്ചിരി വെള്ളനനം വീഴുമ്പോഴത്തേനും എന്ത് ചെയ്യും? അലിക്കുലുത്തായി ഒരു പരുവത്തിന് എവിടെങ്കിലും കിടക്കും. പക്ഷെ സ്ത്രീയെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? എല്ലുകൊണ്ടാണ്. ആസിഡ് വീണാൽ പോലും ഇല്ലേ? സ്തോത്രം. വാരിയിലെടുത്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഒരു മനസ്സിലും ജില്ലി ജില്ല നീക്കിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു പോസ്റ്റ്മാൻ ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ ഒരു നായുണ്ട്. സ്തോത്രം. ഇയാളെ കാണുമ്പോഴത്തേന് ഇതിങ്ങനെ വില്ല് പോലെ നിൽക്കുന്ന ഇത്. സ്തോത്രം. പുള്ളി ഈ കാലം കൂടെ ഇട്ട് അതിന്റെ വായിലൊക്കെ ഇങ്ങനെ കുത്തും. പക്ഷെ ഈ പാട്ട് ഒരു തരത്തിലും പോകുന്നില്ല. സ്തോത്രം. ചില വീടുകളിലൊക്കെ ചെല്ലണം. എൻ്റെ അമ്മ ജില്ല് 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 എന്നാ പറഞ്ഞാൽ നിൽക്കുന്നത്. ഈ എനർജി എവിടുന്ന് വരുന്നത് നമുക്ക് തോന്നുന്നു. ഇത്ര എനർജി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ എനർജി പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നെങ്കിൽ, ആരാധനയ്ക്കുണ്ടായിരുന്നെങ്കിൽ, ആത്മീയ കാര്യത്തിലുണ്ടായിരുന്നെങ്കിൽ, കുടുംബത്തിന്റെ ജോലി കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കുടുംബം എന്തെങ്കിലും നന്നായി പോകായിരുന്നു. എന്ത്? സ്തോത്രം. ഇവിടെ ആരാണ് ഈ പ്രശ്നം? സ്തോത്രം. കാര്യം നടത്തി ഒരുമിച്ച് വിപ്പിച്ചു. സ്തോത്രം. വീട്ടിൽ വന്നപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അമ്മാമ്മ പറഞ്ഞിട്ടുണ്ടാകണം. സ്തോത്രം. ഇത്രയ്ക്ക് വേണോ? ഇത്രയും കൊടുക്കണോ? സ്തോത്രം. അല്ലേ? നാട്ടിലൊക്കെ ഈ പായ, കസേര, ഫാന ഒക്കെ മേടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. സ്തോത്രം. ആമേൻ. 10 വാ സഭയ്ക്ക് കൊടുക്കാമെന്ന് വീട്ടിൽ ആലോചിക്കും. മേടിച്ചോണ്ട് വരും. പുള്ളി എന്നിട്ടൊരു 10 വാ മേടിച്ചോണ്ട് വരും. പാ കാണാൻ അമ്മാമ പറയും ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കൊന്നും വേണ്ട, വേറെ സഭയിൽ ആളുകൾ ഉണ്ടല്ലോ. അപ്പൊ ഒരു ഇവിടെയും പ്രാർത്ഥന, അപ്പൊ അതിനകത്തൊരു ആത്മീയ കലർത്തും. ഇവിടെയും പ്രാർത്ഥനയൊക്കെ വെക്കത്തില്ല. അപ്പൊ നമുക്ക് ഇടാൻ 4 വാ ഇവിടെ വേണ്ടായോ? ഒരു 6 കൊണ്ട് കൊടുത്താൽ മതി, ബാക്കി ഇവിടെ ഇരിക്കട്ടെ. ഇവിടുത്തെ പ്രാർത്ഥനയ്ക്കും വേണമല്ലോ, ഇല്ലേ? ഇത് എവിടത്തേക്കാ വാങ്ങിയത്? ദൈവത്തിന് കൊടുക്കാനാ. ഈ 4 ഇവിടെ പിടിച്ചു വെക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 4 അവിടെ പിടിച്ചു വെക്കാൻ. പ്രാർത്ഥനയൊക്കെ വീട്ടിൽ വരും, ശരിയാ. അപ്പൊ പോയി പള്ളി നിർത്തോണ്ട് വന്ന് ഇട്ടിട്ട് പിന്നെ തിരിച്ചുകൊണ്ട് കൊടുക്കുക. അല്ലാതെ ആത്മീയത്തിന്റെ ഒരു കളി കളിച്ചിട്ട് 4 ഇവിടെ പിടിച്ചു വാങ്ങി വെക്കേണ്ട. പ്രാർത്ഥന വരുമ്പോൾ പോലും അത് ചിലപ്പോൾ ഇട്ടൊന്നും വരത്തില്ല. സ്തോത്രം. അപ്പൊ ഈ ഒരു പണിയെ ശരിയല്ല, അത് ആത്മീയതയല്ല. ഇവിടെ അനന്യാസിനോട് ചെയ്തൊരു കാര്യം അതാണ്. ഈ സംഗതി പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു അച്ചായം കൊണ്ട് കൊടുക്ക. സ്തോത്രം. അച്ചായം കൊണ്ട് കൊടുക്കാൻ പോയി. അച്ചായം കൊണ്ട് കൊടുത്തു. അച്ചായൻ തട്ടിപ്പോയത് പോലും അറിഞ്ഞില്ല. ഈ സഹോദരി എപ്പോഴാണ് വരുന്നത് അറിയോ? 3 മണി നേരത്തെ അടുത്തത് വരുന്നു, അല്ലേ? കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ശുശ്രൂഷ നടത്തുമ്പോൾ പുള്ളിക്കാരി വിചാരിച്ചത് ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ പത്രോസിന്റെ ഇടത്തോ വലത്തോ അച്ചായനെ ഇരുത്തിയിട്ടുണ്ടാകുന്ന കാണാൻ കയറി വന്നതാ. സ്തോത്രം. അപ്പോഴാണ് സഹോദരിയോടും ചോദിക്കുന്നത്, എന്ത്? സ്തോത്രം. ഇത്രയ്ക്കാണോ വിറ്റത്? അപ്പൊ അവളെന്താ പറയുന്നത്? നോ പറയുന്നില്ല, അതേ എന്ന് അവളും പറയും. അപ്പൊ അവിടെ ചോദിക്കുന്ന 2 ചോദ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണെന്നറിയാവോ? നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് എന്ത്? 2, ഈ വ്യാജത്തിന് നിങ്ങൾ 2 പേരും ഒത്തതെന്ത്? മനസ്സിലായോ? നമ്മൾ ഈ രാത്രി ചിന്തിക്കേണ്ടതാണ്. ദൈവമായുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നിന്റെ മനസ്സൊന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. അതിനകത്തൊരു ചേഞ്ച് പീരീഡ് ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ സന്നിധി ഒന്ന് നേർന്നാൽ അത് പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിനെ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ. സ്തോത്രം. ഇവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ മൈൻഡ്. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ പഴയ നിയമത്തിൽ ഒരു കാര്യം ഇവിടെ എടുക്കാം. 4-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 3-ാം വാക്യം ഒന്ന് വായിച്ചു. കുറെ കാലം കഴിഞ്ഞിട്ട്
കയ്യീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയ്യീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയ്യീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാൽ യഹോവ കയ്യീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതുമെന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകിയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. സ്തോത്രം. രണ്ടുപേര്, രണ്ട് ആറ്റിറ്റ്യൂഡ്, രണ്ട് മനം. ഞാൻ നേരത്തെ ദാവീദിന്റെ മീഖലിന്റെ പറഞ്ഞു, രണ്ട് ആറ്റിറ്റ്യൂഡ്. സ്തോത്രം. ഇവിടെ കയ്യിന്റെ കാര്യം പറയുന്നുണ്ട്. ആ 3-ാം അധ്യായത്തിൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ കയ്യിൽ തന്നെ കൃഷിഫലത്തിൽ നിന്ന് ദൈവത്തെ വഴിപാട് അർപ്പിക്കാൻ കൊണ്ടുവന്നു. സ്തോത്രം. നമ്മൾ അതിന്റെ എബ്രായ പദം പഠിക്കുമ്പോഴാണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. സ്തോത്രം. ആ എബ്രായ പദം എന്താ അറിയാം? എങ്ങനെ യൂസ് ചെയ്തിരിക്കുന്ന അറിയാമോ? കൈ മിപ്പെരി ഹ അതാമ സ്തോത്രം മിങ്കാഹ് ല യഹോവ. അതിനകത്ത് മിങ്കാഹ് എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം. മിങ്കാഹ്. സ്തോത്രം. ആമേൻ. കയ്യിൽ നിന്ന് തന്നെ ക ഈൻ, അതാണ് ഹീബ്രു ഉണ്ട്. കായ്ക്ക് അർത്ഥമുണ്ട്, ഈന്ന് അർത്ഥമുണ്ട്. സ്തോത്രം. അപ്പൊ ക ഈൻ മിപ്പെരി ഫ്രൂട്ട് എന്ന അർത്ഥം. സ്തോത്രം. ഹ അതാമ എന്ന് പറഞ്ഞാൽ എർത്ത് ഓർ ലാൻഡ്. സ്തോത്രം. ആമേൻ. മിങ്കാഹ് വഴിപാടെന്ന അതിന്റെ അർത്ഥം വേറെ ഒന്ന. സ്തോത്രം. മിങ്കാഹ് ല യഹോവ. സ്തോത്രം. ഇത് പറയുമ്പോൾ എന്താ പറയാൻ അറിയാവോ? വഴി കിടന്നൊരു സാധനം ഭഗവാനെ കൊണ്ടടിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ മനസ്സോടെ അല്ല, എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് കൊടുത്തേക്കാം. ആറ്റിറ്റ്യൂഡാണ്. സ്തോത്രം. ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ. കാരണം കർത്താവ് പട്ടിണി കിടക്കല്ലേ, അല്ലേ? പാവപ്പെട്ട ഒരാള് നമ്മുടെ കുരിശടിയിലേക്ക് 25 പൈസ അറിയത്തില്ലേ? നാട്ടിലൊക്കെ എത്ര പേരുടെ കണ്ണുപോയിട്ടുണ്ടോന്ന് അറിയാമോ? ബസ്സുകാർ കുരിശടി പൈസ അറിഞ്ഞിട്ട്. സ്തോത്രം. അപ്പം 25-50 പൈസ പോകുന്ന എന്ന് കിളി അവിടെ നിന്നുകൊണ്ട് ഒറ്റ ഏറാണ് കുരിശടിക്കുക. അവിടെ ആരെങ്കിലും ഒക്കെ എടുത്ത് പിന്നെ വഞ്ചിക്കത്തിടും. ഇല്ല, പിള്ളേരാണെങ്കിൽ അത് എടുത്തുകൊണ്ട് വിട്ടാൻ മേടിക്കും. അപ്പൊ ദൈവത്തിന് 25 പൈസ എറിഞ്ഞു കൊടുക്കുക. സ്തോത്രം. ഇതേപോലെ സ്തോത്രം, സ്തോത്രകാഴ്ച എറിഞ്ഞിടുന്നവര്, ദശാംശം എറിഞ്ഞിടുന്നവര് ഒക്കെ ഇല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളും കൊടുത്തില്ലെങ്കിൽ എന്തോ ആകും, ഇല്ലേ എന്ന് ചിന്തിക്കുന്നില്ലേ? സ്തോത്രം. ഈ ആറ്റിറ്റ്യൂഡിനകത്ത് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത് പൂർണ്ണ മനസ്സോടെ അല്ല, പൂർണ്ണ ഹൃദയത്തോടെയല്ല. സ്തോത്രം. ആമേൻ. ഈ ആറ്റിറ്റ്യൂഡിന് ദൈവത്തിൽ യാതൊരു പ്രസാദവുമില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. സ്തോത്രം. യഹോവ കയ്യിലും. കണ്ടോ? ആദ്യം പ്രസാദിക്കേണ്ടത് ആരിലാണ്? എന്നിലാ ദൈവം പ്രസാദിക്കേണ്ടത്. എന്റെ മനോഭാവത്തിലാണ് പ്രസാദിക്കേണ്ടത്. എന്റെ മൈൻഡെയാണ് ദൈവം നോക്കുന്നത്. എന്റെ ഹൃദയത്തെയാണ് ദൈവം പരിശോധിക്കുന്നത്. ഞാൻ ചെയ്തത് ഏത് ആറ്റിറ്റ്യൂഡിലെന്നാണ് ദൈവം നോക്കുന്നത്. ഞാൻ കൊടുത്തത് എന്താണെന്നല്ല ദൈവം നോക്കുന്നത്. എന്റെ മനസ്സ് ആ സമയത്ത് എന്തായിരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തിന്റെ ബ്ലെസ്സിങ് എന്റെ മേൽ ഉണ്ടാകുന്നത്. സ്തോത്രം. എല്ലാവരും കൊടുത്തു, ഞാനും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? അപ്പം ആ കൊടുത്തത് എന്തിനാണ്? മറ്റുള്ളവരിൽ മാന്യത ഞാൻ കൊടുത്തതാ, ദൈവത്തിന് വേണ്ടി കൊടുത്തതല്ല. സ്തോത്രം. ഈ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ബ്ലെസ്സിങ് ഉണ്ടാകും? ഇല്ല. നമ്മൾ കൃത്യമായി ചിന്തിക്കണം കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. സ്പിരിച്വൽ അവേക്കനിങ് നമുക്കുണ്ടാകണ്ടേ? ഒരു ആത്മീയ മുന്നേറ്റം, വളർച്ച നമുക്കുണ്ടാകണ്ടേ? നമ്മൾ എന്തായി കീഴോട്ട് പോകുന്നേ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ശബരിമലയെ കൊണ്ടുവന്നൊരു തമിഴന്മാരെ കൊണ്ടുവന്ന് പണം തട്ടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഒരു മടി അവർക്കില്ല. ഹല്ലേലൂയ. അല്ലാതുള്ള അമ്പലങ്ങളിലൊക്കെ കൊണ്ട് തട്ടുന്ന നിങ്ങൾ കണ്ടു? സ്വർണവും കിലോ കണക്കിനൊക്കെ കൊണ്ട് തട്ടുന്നത്. സ്തോത്രം. ഇല്ലേ? അയ്യോ, നമ്മളൊരു 10 രൂപ 2 പ്രാവശ്യം അതിനകത്തൊന്ന് തിരുമും. സ്തോത്രം. കാരണം ഒരെണ്ണം ഒട്ടിച്ചേർന്നിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അറിയാതെ പോലും ഒരു 10 കൂടെ വീണു പോകാൻ പാടില്ല, അല്ലേ? സ്തോത്രം. അപ്പൊ തിരുമും. സ്തോത്രം. തിരുമ്മി പല നോട്ടിന്റെ അറ്റത്തിന്റെ മഷി മാഞ്ഞ് തേഞ്ഞിരിക്കുക. സ്തോത്രം. ഇങ്ങനെ തിരുമ്മിയാണ് എവിടെ ഇടുന്നത്? സ്തോത്രം. ഒരു സ്തോത്രകാഴ്ചയ്ക്കോ ഒരു കൂട്ടായ്മയ്ക്കോ നമ്മൾ കൊണ്ടിടുന്നത്. സ്തോത്രം. ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ കാർഡ് ഇറക്കുന്നതിന് ഒരു മടിയില്ലല്ലോ, ഇല്ലേ? ഹോട്ടലിൽ പോകുമ്പോൾ കാർഡ് ഇറക്കി കളിക്കുന്നതിന് യാതൊരു മടിയില്ല. ലോൺ എടുത്തു വേണമെങ്കിലും നമ്മൾ ചെയ്യും, ഇല്ലേ? സ്തോത്രം. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഫുള്ളാക്കിക്കൊണ്ട് നടക്കും. ഒരുത്തനെ ഞാൻ 2 കാർഡാണ് ഒരിക്കലും ഒടിച്ചു കളഞ്ഞത്. സ്തോത്രം. ഇവിടെ ഞാൻ ഷാർജയിൽ ഉള്ള ഒരു സമയത്ത്. സ്തോത്രം. ഒരു എന്താ പറയുന്നത്, അന്ന് 2 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, 3 ലക്ഷം ദിർഹംസിന്റെ കടവുണ്ട്. സ്തോത്രം. ഞാൻ അവനോട് ചോദിച്ചു, വീട്ടിൽ പെങ്ങളെ കെട്ടിച്ചോ, വീട് വെച്ചോ, റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിച്ചോ? ആമേൻ. പല കാര്യങ്ങൾ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ എത്ര കടം എങ്ങനെ വന്നു? ഇത് ഒന്നും അറിയത്തില്ല. 3 ലക്ഷം ദിർഹംസ് കടമുണ്ട് പാസ്റ്ററെ. കൊച്ചിനെ സ്കൂളിൽ
ജോലി പോലും വിട്ടിട്ടില്ല. സ്തോത്രം. രണ്ടുപേർക്ക് നല്ല ജോലി. ഇപ്പൊ എവിടുന്ന് വന്നത്? സ്തോത്രം. സഭയ്ക്കകത്ത് ദശാംശം പോലും കൊടുക്കാറില്ല. സ്തോത്രം. പിന്നെ എവിടുന്ന് വന്നത്? ഹല്ലേലൂയ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം കേട്ടോ. സ്തോത്രം. ഇവിടെ മിങ്കാഹ്, ഇതാണ് അവന്റെ പ്രശ്നമായത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തേക്കാം, എങ്ങനെയെങ്കിലും കൊടുത്തേക്കാം. ഇത് തന്നെയാണ് അനന്യാസിന്റെ സഭയിലേക്ക് സംഭവിച്ചത്. എന്തെങ്കിലും ആകട്ടെ, എല്ലാവരും കൊടുക്കുന്നു, ചെയ്തേക്കാം. ഈ മനോഭാവമല്ല വേണ്ടത്. സ്തോത്രം. പക്ഷേ ഹാബേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത് അറിയാമോ? ആ മിങ്കാഹിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന ബറക്കോത്ത് എന്ന പദം ഉപയോഗിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ബക്കറോത്ത് എന്ന് ഉപയോഗിക്കും. ബക്കറോത്ത്. ബക്കറോത്ത് എന്ന പദത്തിന്റെ അർത്ഥം ദ ബെസ്റ്റ് ഓഫ് ദ വെരി ബെസ്റ്റ് എന്നതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ദ ബെസ്റ്റ് ഓഫ് ദ വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊടുത്തുകൂടാൻ കഴിയാത്ത ഒരു കാര്യം, ഒന്നുകിൽ തന്റെ ഹെറിറ്റേജ് ആയി കിട്ടിയത്, അല്ലെങ്കിൽ ശ്രേഷ്ഠമായി തന്റെ കയ്യിൽ എല്ലാ കാലവും സൂക്ഷിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ഏറ്റവും പ്രേഷ്യസ് ആയ ഒന്നിനെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നതിനാണ് ബക്കറോത്ത് എന്ന ആമേൻ എബ്രായ പദം ഉപയോഗിക്കുന്നത്. സ്തോത്രം. ഇതെന്ന് പറയുന്നത് ആമേൻ ബെസ്റ്റ് ഓഫ് ദ വെരി ബെസ്റ്റ് എന്നതിന്റെ അർത്ഥം. സ്തോത്രം. ദൈവത്തിന് കൊടുക്കുന്ന ഏതാണ്? ഏറ്റവും 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 പ്രൈസ് ദി ലോർഡ് വെരി ബെസ്റ്റ് ആയതാ ദൈവത്തിന് കൊടുക്കേണ്ടത്. ദൈവം ആരാ? ഹല്ലേലൂയ. നിങ്ങൾ ഇവിടുത്തെ ഷെയ്ഖിനെ കാണാൻ പോയാൽ ഈ മനോഭാവത്തിലായിരിക്കും നിങ്ങൾ ആ ഷെയ്ഖിന് ഗിഫ്റ്റ് കൊടുക്കുക? ആണോ? അല്ല. സ്തോത്രം. മഹാരാജാവിന് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കണം കേട്ടോ. സ്തോത്രം. അപ്പോൾ ഇവിടെയാണ് ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. അപ്പം ആദ്യം പ്രസാദിച്ച ആരിലാണ്? ഹാബേലില്ല. എന്റെ ദശാംശത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്. എന്റെ മനോഭാവത്തിലാണ് ആദ്യം ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ഇടയിൽ ഒരു ആത്മീയ ഉണർവുണ്ടാകണമെങ്കിൽ, നമ്മുടെ ഇടയിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമെങ്കിൽ ഹല്ലേലൂയ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനോഭാവം മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ കൃത്യമായി നമ്മൾ ദൈവത്തോട് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കമാൻഡ്മെന്റ് ആണ്. നിന്റെ ദൈവത്തെ നീ സേവിക്കുന്നെങ്കിൽ, നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ പൂർണ്ണ മനസ്സോടെ നീ അവനെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോട് നീ അവനെ സ്നേഹിക്കണം, പൂർണ്ണ ശക്തിയോട് നീ അവനെ സ്നേഹിക്കണം, പൂർണ്ണ ആത്മാവോടുകൂടെ നീ അവനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അനന്യാസിനോട് സഹോദരയോടും ആമേൻ അവിടെ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്: നീ ഇതിന് മനസ്സ് വെച്ചതെന്താ? സ്തോത്രം. നിങ്ങൾ ഇതിന് ഒത്തതെന്താ? നിങ്ങൾ അവൻ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതെന്താ? ഹല്ലേലൂയ. കൈനെ നീ നന്മ ചെയ്യുന്നെങ്കിൽ അവൻ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ? ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. പത്രോസ് ഹല്ലേലൂയ എവരോടും ചോദിക്കുന്ന ചോദ്യം അതിന്റെ മറ്റൊരു രൂപത്തിലാണെന്നുള്ളത്. നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ? നിങ്ങൾ തമ്മിൽ ഒത്തതെന്താ? ആറ്റിറ്റ്യൂഡ് കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ഒരേ ദൈവത്തെ സേവിക്കാൻ പോയത്, ഒരേ പ്രമാണത്തിൽ നിൽക്കുന്നവരാ, ഒരേ ആത്മീയത്തിൽ പോകുന്നവരാ, ഒരേ വചനം കേൾക്കുന്നവരാ, ഒരേ ദൈവീയ സാന്നിധ്യത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാ. പക്ഷേ ആറ്റിറ്റ്യൂഡ് ശരിയായില്ലെങ്കിൽ, നമ്മുടെ മനോഭാവം ശരിയായില്ലെങ്കിൽ, അവൻ ദൈവവുമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ഇരിപ്പ് ശരിയായില്ലെങ്കിൽ ഹല്ലേലൂയ ഒരുവന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുകയും ദൈവം അവനെ ഉയർത്തുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ദൈവം റിജക്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ കുടുംബത്തിനകത്ത് ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ വന്നെങ്കിൽ മാത്രമേ ആമേൻ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കുടുംബത്തോട് ചേർന്നുകൊണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ക്ലോസ് ചെയ്യാം. നമ്മുടെ ടൈമിലേക്ക് പെട്ടെന്നാണ് സമയം പറഞ്ഞല്ലേ. സ്തോത്രം. എങ്ങനെയാണ് ഒരു കുടുംബം വിജയം ആകേണ്ടത്? നമ്മുടെ കുടുംബം ശരിയായെങ്കിൽ സ്പിരിച്വൽ ലൈഫ് ശരി. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ എന്താ പറയുക, കുടുംബങ്ങൾ, വ്യക്തികൾ, സഹോദരങ്ങൾ, ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ ഇരിക്കണം. ശരിയാക്കേണ്ടത് ശരിയാക്കണം, മാറ്റേണ്ടത് ശരിയാകണം. സ്തോത്രം. പണത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ നമ്മൾ സ്തോത്രം പിൻവലിയോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറുകയല്ല വേണ്ടത്. സ്തോത്രം. ദൈവത്തിന് കൈയച്ച് ചെയ്യാൻ, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാൻ ആ മനോഭാവം ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകും. സ്തോത്രം. ഈ എന്താ പറയുന്നത്, യശോദേവാലയത്തിന്റെ ഒരു സ്ഥലത്തിന് ചാരിറ്റി ബോക്സിന്റെ അടുത്ത് കർത്താവിരിക്കപ്പെടേ മണ്ഡാരത്തിന്റെ അടുത്ത് പറയാം ചാരിറ്റി ബോക്സാണ്. കർത്താവ് അവിടെ ഇരിക്കുമ്പോഴേ ചാക്ക് കണക്കിൽ കൊണ്ടിട്ട് അവിടെ ഉണ്ടാവും അല്ലേ. പക്ഷെ കർത്താവ് കഴിഞ്ഞ് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്: ഒരു വിധവ 2 കാശ്
സ്തോത്രം. ആ 2 കാശ് അവളുടെ ജീവനായിട്ട് കൊണ്ടു നടന്നു. ഇതാണ് എന്ന് പറയുന്നത്. സ്തോത്രം. അവളുടെ ജീവിതത്തിന്റെ ജീവനായി, ആഹാരമായി, ഭക്ഷണമായി, ആ ദിവസങ്ങളിലൊക്കെ അവൾ ഉപജീവിക്കേണ്ടത് മുഴുവൻ എവിടെ ഇട്ടിരിക്കുകയാണ്? ഇവിടെ കൊണ്ടിരിക്കുക. കർത്താവ് നോക്കിയത് പണത്തിന്റെ വലിപ്പമല്ല, ആറ്റിറ്റ്യൂഡിന്റെ വലിപ്പമാണ്. മനസ്സ് എവിടെ കണക്റ്റഡ് ആണ്? ദൈവത്തിൽ കണക്റ്റഡ് ആണെന്നുള്ളത്. സ്തോത്രം. അല്ലെങ്കിൽ അപ്പം ഇതാണ് നമുക്കുണ്ടാകേണ്ടത്. സ്തോത്രം. എങ്ങനെയാണ് നമ്മുടെ ഒരു കുടുംബം വിജയകരമായി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ, സ്തോത്രം, നമുക്ക് ഈ ആറ്റിറ്റ്യൂഡ് കുടുംബത്തിനകത്ത് ദൈവികമായിട്ടുണ്ടായാൽ നമ്മുടെ കുടുംബം ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. സ്തോത്രം. അല്ലെങ്കിൽ ആ കുടുംബത്തിനകത്ത്, ആ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ആ ആറ്റിറ്റ്യൂഡ് ദൈവികമായിട്ട് ഒരേപോലെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറും. സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കണം, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ ദൈവസന്നിധി വരുന്നത്. നമുക്കിവിടെ പ്രോപ്പറായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആരാധിക്കാൻ പറ്റുമോ? മനസ്സ് തുറന്ന് ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? സ്തോത്രം. അല്ലെങ്കിൽ പലപ്പോഴും യോഗത്തിന് വരുന്ന വഴിക്ക് പോലും പ്രശ്നങ്ങളാണ്. സ്തോത്രം. രാവിലെ എഴുന്നേറ്റിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. തലയിലെ പ്രശ്നം ഉണ്ടായിട്ട് കിടന്നിട്ട് രണ്ടുപേരുടെ മിണ്ടാതെ ആയിരിക്കും ആരാധനയ്ക്ക് വരുന്നത്. നെഞ്ചു കീറി പൊട്ടി ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ അതെങ്ങും എത്താതെ പോയിട്ട് ആമേൻ, സ്തോത്രം, ആമേൻ, നിരാശപ്പെട്ട് ആമേൻ ഒരാഴ്ച കൂടെ കഴിഞ്ഞു പോകുന്ന ഒരു ദൈവദാസന്റെ മനോഭാവത്തിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. അതെ, നിങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളിൽ ആര് ജയിക്കണമെന്നുള്ള മനോഭാവം ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ തളരുന്നതും തകരുന്നതും ഒരു ദൈവസഭയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബം മാത്രമല്ല, നിങ്ങളിലൂടെ ജനിക്കപ്പെട്ട നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂടെയാണ് ഹല്ലേലൂയ അതിന്റെ വ്യക്തിമായി മാറ്റപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ രണ്ടുപേരും ജയിക്കാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ നടുക്ക് കിടന്നിട്ട് വലയുന്നത് നമുക്ക് ജനിക്കപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു നരകമാണെന്ന് പറയും. സ്തോത്രം. ഇന്നത്തെ നോക്ക്, ഒരുപാട് കുട്ടികൾ അവർക്ക് വിവാഹം വേണ്ടെന്ന് പറയുന്നില്ലേ? വൈ? സ്തോത്രം. ഈ പ്രശ്നങ്ങൾ കണ്ടിട്ടാണ് അവർക്ക് വേണ്ടെന്ന് പറയുന്നത്. കാരണം കുടുംബം അത്ര സുഖമല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് ഇന്നത്തെ ജനറേഷൻ എത്തിച്ചതിന് ആരാണെന്ന് അറിയാമോ? ഒന്നുകിൽ അവരുടെ കുടുംബം അല്ലെങ്കിൽ സമൂഹം ആ തരത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളത് നാം ഇന്ന് രാത്രി ഓർക്കേണ്ടതുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആമേൻ. സഭാപ്രസംഗി 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. Chapter 4 verses 9 to 12. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ലായ്ക കൊണ്ട് അവൻ അയ്യോ കഷ്ടം. ഇല്ല, 2 പേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും. ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തിനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. 30 ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. അപ്പം ഞാനിനി അതിന്റെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. 2 പേർക്കും ഒരേ വീക്ഷണം, ഒരു മനസ്സ് ആയിരിക്കണം. സ്തോത്രം. ഒന്നാമത്തത് 9-ാം വാക്യത്തിലാണ്. സ്തോത്രം. നീഡ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഹല്ലേലൂയ. അവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് അതെങ്ങനെയിരിക്കും എന്നുള്ളതാണ്. ഒരാൾ ഇടത്തോട്ട് വലിച്ച് ഒരാൾ വലത്തോട്ടും വലിച്ചാൽ, സ്തോത്രം, ആ ലക്ഷ്യത്തിലേക്ക് ഒരു കുടുംബം എന്നുള്ള അർത്ഥത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. സ്തോത്രം. നമ്മൾ നോക്ക്, ലോത്തിന്റെ കുടുംബത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ മതി. സ്തോത്രം. വിളി കേട്ടവന്റെ പുറകെ ഇറങ്ങി തിരിച്ചു. സ്തോത്രം. വിളി കേട്ടവൻ ഉയരത്തിലേക്ക് നോക്കി. സ്തോത്രം. പുറകെ ഇറങ്ങി തിരിച്ചവൻ ഭൂമിയിലേക്ക് നോക്കി. സമ്പത്തും സമ്പാദ്യങ്ങളും മാത്രം നോക്കി. അവൻ എന്താ പറഞ്ഞത്? സ്തോത്രം. നീരോട്ടോടൊക്കെ തെരഞ്ഞെടുത്ത് അതിലേക്ക് പോയി. സ്തോത്രം. ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷം. അവിടുത്തെ പ്രമുഖനായി പുള്ളി. 2 പെൺമക്കൾ ജനിച്ചു. എല്ലാ വിധത്തിലും സന്തോഷമായി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൂതന്മാരവിടെ കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിന്റെ പ്രശ്നങ്ങളെ എത്ര ആണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ മുമ്പ് സമയമില്ല. എത്ര പ്രശ്നമായിട്ടാണ് ആ കുടുംബത്തെ കാണുന്നത് നമുക്ക് മനസ്സിലാവും. സ്തോത്രം. 2 പെൺപിള്ളാരുള്ള ഒരു വീടിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൻ സാമൂഹിക പ്രവർത്തനത്തോട് കുടുംബത്തിന്റെ പ്രധാനമായ കാര്യങ്ങളിൽ ഇടപെടാതെ നടക്കുന്ന ഒരാൾ. അവിടെ ദൂതന്മാരെ എല്ലാവരും പുള്ളിയെ പിടിക്കാന്ന് അറിയാമോ? പട്ടണവാദം കയറിക്കുക. സ്തോത്രം. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, സമ്പത്ത് ഉണ്ടാക്കി കൊണ്ടുവരാൻ എന്നുള്ളൂ. സ്തോത്രം. അവിടെ മക്കൾക്ക് വലിയ പ്രാധാന്യമില്ല. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയാണ്. ആമേൻ. എന്റെ സഹോദരൻ കുടുംബം അവിടെയുണ്ട്.
ഈ 50 തുടങ്ങി അവസാനം 10 കൊണ്ടെത്തിക്കുന്നുണ്ട് അവിടെ. സ്തോത്രം. ഈ 10 കൊണ്ടെത്തിച്ച് എന്താണെന്നറിയാവോ? സ്തോത്രം. ഒരു കണക്ക് അബ്രഹാമിന്റെ മനസ്സിൽ വളരെ കൃത്യമാണ്. സ്തോത്രം. എന്താ അറിയാവോ? ലോത്ത് ഭാര്യ 2 പെൺമക്കൾ 4, 2 പെൺമക്കളുടെ മരുമക്കളായി വരാനിരിക്കുന്നവർ 2 പേര് 6, 2 മരുമക്കളുടെയും അപ്പനും അമ്മയും 4. എത്ര പേരായി? 10 പേര്. അറ്റ്ലീസ്റ്റ് കുടുംബവും ബന്ധം ചേർന്ന കുടുംബവും കൂടെ ചേർന്നാൽ കുറഞ്ഞത് 10 പേര് ദൈവകൃപ കാണണം, അല്ലേ? സ്തോത്രം. പക്ഷേ ദൈവം പറയുന്നത് അറിയാവോ? നോ, ഇല്ല, അവിടെ ഇല്ലെന്നേ. സ്തോത്രം. എന്താ ഇല്ലാതായിപ്പോയി? ആരുടെ പ്രശ്നം? അതിന്റെ കാരണക്കാരാരാ? ദൂതൻ വലിച്ചിറക്കുന്നുണ്ട് ആ സഹോദരിയെ, ഇറങ്ങാൻ പറയുന്നുണ്ട്. സ്തോത്രം. പക്ഷെ അവർക്ക് മനസ്സില്ല, ഒരു കാലഘട്ടം സമ്പാദിച്ചത് മുഴുവൻ കണ്ണിൽ മുമ്പിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നതിനെ കണ്ടു നിൽക്കാൻ, അത് വിട്ടുകളഞ്ഞിട്ട് പോരാൻ, സ്വന്തം ജീവനെ കൈപ്പിടിയിൽ ഒതുക്കി പോകാൻ പറയുമ്പോൾ അങ്ങനെ പോകാൻ തയ്യാറായി ഇല്ലാത്ത ഒരു സഹോദരിയെ നമുക്ക് ആ പുസ്തകത്തിൽ കാണാൻ കഴിയും. സ്തോത്രം. പോകുന്ന വഴിക്ക് അവൾ എന്ത് ചെയ്തു? ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ എന്ത് ചെയ്തു? അവിടെ തന്നെ നിന്നോളാം. പുതിയ നിയമം ലോത്തിനെ കുറിച്ച് എഴുതുന്ന ഒരു പദമുണ്ട്, വലഞ്ഞു പോയ നീതിമാൻ. ആരാ വലച്ചത്? സ്തോത്രം. കുടുംബം കൃത്യതയില്ലാതെ പോയാൽ, പരസ്പരം ആത്മീയത്തിന്റെ ബന്ധങ്ങളില്ലാതെ പോയാൽ, 2 പേരുടെയും തീരുമാനങ്ങൾ ഒരേ തലത്തിൽ, പാർട്ട്ണർഷിപ്പ് എന്നുള്ള തലത്തിൽ പോയില്ലെങ്കിൽ, സ്തോത്രം, അവിടെ ഈഗോ കളിച്ചാൽ, ആരാണ് വലിയവരെന്ന് കളിച്ചാൽ പാർട്ട്ണർഷിപ്പ് കൃത്യമായി പോകില്ല. അവിടെ ഒരു ആത്മീയത ഉണ്ടാകില്ല. സ്തോത്രം. 2 പേരും 2 ഇടത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു, 2 പേരും ആത്മീയരെന്ന് ചമയുന്നു, 2 പേരും ഞാൻ സ്വർഗത്തിൽ പോകും 2 പേരും 2 വശത്തിരുന്ന് പറയുന്നു. അതിന്റെ ഇടയ്ക്ക് വല്ലാതെ നീറുന്ന കുറെ കുഞ്ഞുങ്ങൾ. സ്തോത്രം. എവിടെ പോകുന്നതായി പറയുന്നത്? ആര് ജയിക്കാനായത്? ആരെ തോൽപ്പിക്കാനാ? സ്തോത്രം. കണ്ടോ ഒരു കുടുംബത്തിന്റെ പരാജയം? കണ്ടോ? ഹല്ലേലൂയ. ബാക്കി പത്രം ലോത്തിന്റെ രേഖപ്പെടുത്തുന്നുണ്ട് തിരുവെഴുത്ത്. എവിടെ ചെന്ന് അതപ്പതിച്ചു, എവിടെ അവസാനിച്ചു? ഹല്ലേലൂയ. നന്നായി ജീവിക്കേണ്ട ഒരു കുടുംബം. മറുഭാഗത്ത് അബ്രഹാമിനെ നോക്കിയേ. സ്തോത്രം. ചെല്ലുന്നിടത്തൊക്കെ യാഗം കഴിക്കുന്നു. അപ്പനും മോനുമായിട്ട് യാഗം കഴിക്കാൻ പോകുമ്പോൾ മോന്റെ ഒരു ചോദ്യമുണ്ട്, അപ്പാ യാഗവസ്തു നമുക്കില്ല എന്ന് പറയുമ്പോൾ അവൻ അറിയാം ആരാധന എന്താണെന്ന്. ഇത് എവിടുന്ന് കിട്ടിയതാ? കുടുംബത്തിനകത്തുനിന്ന് കിട്ടിയതാ ഈ ആരാധന. മറ്റെടുത്തുണ്ടോ? പ്രാർത്ഥിക്കുന്നവർ ആരുമില്ലെന്ന് അബ്രഹാമുമായിട്ടുള്ള ദൈവത്തിന്റെ ബാർഗെയിനിങ്ങിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? അവിടെ ആരും ഇല്ലെന്നേ. പ്രാർത്ഥിക്കുന്ന ആരുമില്ല, നിലവിളിക്കുന്ന ആരുമില്ല, കണ്ണുനീരൊഴുക്കുന്ന ആരുമില്ല. ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്ന പ്രാപ്തരായ ഒരാൾ പോലും ആ കുടുംബത്തിനകത്തില്ല. ആ കുടുംബം തകർന്ന് തരിപ്പണമായത് കണ്ടോ? സ്തോത്രം. ഇങ്ങനെ പോയാൽ മതിയോ നമുക്ക്? സ്തോത്രം. ഇങ്ങനെ ഒരു കുടുംബം പോയാൽ മതിയോ? ഇങ്ങനെ 10 ഫാമിലി ഒരു സഭയിലുണ്ടെങ്കിൽ ആ സഭയുടെ ഗതി എന്തായിരിക്കും? അവിടെ എന്ത് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകും? അവിടെ എന്ത് വിടുതലുണ്ടാകും? അവിടെ എന്ത് ദൈവപ്രവൃത്തി നടക്കും? എത്ര പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതലുണ്ടാകും? നമുക്കൊരു മാറ്റവും സംഭവിക്കാതെ നമ്മുടെ കുടുംബം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലാണ് വിടുതലുണ്ടാകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എവിടെ വിടുതലുണ്ടാകുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്, ഞാൻ ഈ സമയമില്ലാത്ത പെട്ടെന്ന് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ എനിക്ക് കുറേ സമയങ്ങൾ തന്നാലേ എനിക്ക് പറയാൻ ആവശ്യം പറഞ്ഞത്. സ്തോത്രം. അപ്പം രണ്ടാമത്തെ കാര്യം 10-ാം വാക്യമാണ്. ഏകാഗി വീണാല് എന്ത് ചെയ്യും? പരസ്പരം എന്ത് ചെയ്യാൻ താങ്ങാൻ പറ്റും, ഇല്ലേ? അപ്പൊ 10-ാം വാക്യത്തിൽ മ്യൂച്വൽ ഹെൽപ്പിംഗ്. സ്തോത്രം. പരസ്പരം സഹായിക്കുക. ഭാര്യ ഭർത്താവ് 2 പേരുണ്ടെങ്കിലും പരസ്പരം അവർ 2 അല്ല, അവർ 1 ഇല്ലേ? 1. സ്തോത്രം. പലപ്പോഴും അത് ഒന്നായിട്ട് നമുക്ക് കാണില്ല. സ്തോത്രം. നിന്റെ വീട്, ഇല്ലേ? നിന്റെ വീട്, നിന്റെ അപ്പൻ. സ്തോത്രം. നിന്റെ അപ്പൻ, ഇല്ലേ? 2 2ആയിട്ടല്ലേ കാണുന്നേ? സ്തോത്രം. ഈ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഈ അമ്മായിയമ്മ മരുമക്കൾ പ്രശ്നമുണ്ട്, അല്ലേ? നാത്തൂന്മാര് തമ്മിൽ പ്രശ്നമുണ്ട്, അല്ലേ? അമ്മായിപ്പനും മരുമോനും തമ്മിൽ പ്രശ്നമുണ്ടോ? നല്ല ബന്ധമാണ്, അല്ലേ? അടിയന്മാര് തമ്മിൽ നല്ല കൂട്ടുകാരാണ്. പക്ഷെ നാത്തൂൻ പോലെ, അടിയൻ പോരെന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ കേട്ടിട്ടില്ല, അല്ലേ? സ്തോത്രം. അതിനും എന്തൊരു കൂട്ടാന്നറിയാം, അല്ലേ? എന്തൊരു സ്നേഹം. അമ്മായിയപ്പനും മരുമോനും തമ്മിൽ അങ്ങനെ ഒരു പോരില്ല. അമ്മായിപ്പം പോലെ അങ്ങനെയില്ല, അല്ലേ?
പക്ഷേ അമ്മായിമ്മ പോലുണ്ട് അല്ലേ? ഈ മരുമോള പിന്നീട് അമ്മായിമ്മ ആവുന്നത്. അപ്പോഴെന്താണ് ഇതിന്റെ ഞാൻ അനുഭവിച്ച മുഴുവൻ അവിടെ തീർത്തിട്ട് പോകുന്നതാണ്. ഞാനൊരു പ്രാവശ്യം അനുഭവിച്ച എന്റെ വീട്ടിൽ വരുന്ന എന്റെ കൊച്ചിനെ ഞാൻ ദുഃഖിപ്പിക്കുന്നത് ഏതെങ്കിലും അമ്മായിമ്മ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കണം. ഒന്നുകില്ല ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഈ അമ്മായിമാർ ഭാവിയിലാകാൻ പോകുന്നതെങ്കിലും ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് അല്ലേ? സ്തോത്രം. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അവിടുന്ന് മരുമോട് വന്നിട്ടില്ല. സ്തോത്രം. എപ്പോഴും വരുമ്പോൾ സ്തോത്രം, നീ ഇത്തരം വല്ല പരിപാടിയും കാണിച്ചാൽ അന്ന് സ്തോത്രം എന്റെ തനി സ്വഭാവം നീ അറിയുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ കാരണം എന്റെ മോൻ വിവാഹം കഴിച്ച ഒരാളെ കൊണ്ടുവന്നാൽ അതെന്റെ മോളാ അല്ലേ? സ്തോത്രം. അതേ മനോഭാവത്തിൽ കാണാൻ നമുക്ക് കഴിയണം. ഈ വരുന്നവർക്കും അതുണ്ടാകണം. സ്തോത്രം. ഇതിന്റെ ഇടയ്ക്ക് ആര് കളിക്കുമെന്നറിയാവോ? സ്തോത്രം. ഇതിനിടയ്ക്ക് ഈ എന്താ പറയുക, വീട്ടിൽ വരുന്ന മോടെ അമ്മയുടെ ഒരു കളിയുണ്ട്. എന്താണ്? എടി നീ ഒരു ചരട് കെട്ടിക്കോണം കേട്ടോ അല്ലേ? എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്നൊക്കെ നോക്കിക്കോണം, അത് പിടിച്ചോണം, ആരോടൊക്കെ വർത്താനം പറയും, എന്തൊക്കെ ചെയ്യുന്നു, എത്ര വരുമാനമുണ്ട്, നിന്റെ ഒരു കൺട്രോൾ അതിനകത്ത് ഉണ്ടാക്കണം. പേഴ്സ് നിന്റെ കയ്യിലാകുന്നെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലേ? ഇതൊക്കെ പറഞ്ഞ് ഈ പെങ്കൊച്ചിന്റെ തല മുഴുവൻ പുണ്ണാക്കിയിട്ട് സ്തോത്രം എവള് പിന്നെ അതിനുള്ള വടംവലിയാ വീട്ടിനകത്ത് നടക്കുന്നത്. സ്തോത്രം ഇല്ലേ? പിന്നെ 6 മാസം ആകുമ്പോഴത്തേനും അവിടുന്ന് മാറി താമസിച്ച് എവിടെയെങ്കിലും പോയി വേറൊരു ജീവിതത്തിലേക്ക് പോവുകയാണ്. സ്പ്ലിറ്റായി ബന്ധങ്ങൾ വിച്ഛേദിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു മ്യൂച്വൽ ഹെൽപ്പിംഗ് ആണ് ഉണ്ടായി വരേണ്ടത്. സ്തോത്രം. 11-ാം വാക്യം മ്യൂച്വൽ കംഫർട്ടിംഗ് ആണ്. സ്തോത്രം. 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിനകത്ത് മ്യൂച്വൽ കംഫർട്ടിംഗ് സ്തോത്രം എന്ന് പറഞ്ഞാൽ പരസ്പരം ഹല്ലേലൂയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യണം? പരസ്പരം കംഫർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് എത്തണം. സ്തോത്രം. അയലത്തുകാരൻ എന്തെങ്കിലും പ്രശ്നത്തിന് ചീത്ത വിളിക്കുമ്പോൾ ഭാര്യ നിന്നുകൊണ്ട് പറയുക, സ്തോത്രം, ഞാൻ എന്നേ വിചാരിച്ചാൽ നിങ്ങൾക്ക് 2 കിട്ടേണ്ടതായിരുന്നു. ഇങ്ങനെ ആകെ ആ ചീത്ത വിളി കേട്ടിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭാര്യയും കൂടെ പറയുന്നത്, എന്ത്, ഞാൻ നേരത്തെ വിചാരിച്ചാൽ നിങ്ങൾക്ക് 2 കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്. സ്തോത്രം. കംഫോർട്ട് എവിടുന്നാണ് കിട്ടേണ്ടത്? സ്തോത്രം. ഇവിടുന്ന് കിട്ടേണ്ടതാ ഇല്ലേ? ഇല്ല. സ്തോത്രം. അതുപോലെ ഓഫീസിലെ പ്രശ്നങ്ങളായിട്ട് വീട്ടിൽ വന്ന് മൗനമായിട്ടിരിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. സ്തോത്രം. അപ്പൊ അങ്ങനെ മൗനമായിട്ടിരിക്കുമ്പോൾ ഈ ഭാര്യ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പുള്ളിക്ക് അതങ്ങോട്ട് സംസാരിക്കണം വേണം. അപ്പൊ പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ സഹോദരിമാരുടെ ഒരു അവസാനത്തെ ഒരു അടവാണ്. അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങളൊക്കെ എന്നോട് ഇപ്പൊ വലിയ താല്പര്യം ഇല്ലെന്നുള്ളത്. കുറച്ച് നാളുകൊണ്ട് ഞാൻ നോക്കുന്നുണ്ട് നിങ്ങളുടെ ആ മനോഭാവം അല്ലേ. എന്നോട് അധികം സംസാരമൊന്നുമില്ല, വേറെ ആരോ ഉണ്ട്, ഞാനൊക്കെ പോയി തന്നേക്കാം, നിങ്ങൾ ആരോ കൂടെ അങ്ങനെ ജീവിച്ചു. അയ്യോ എന്റെ അമ്മോ, ഇതൂടെ കേൾക്കുമ്പോഴത്തേന് കമ്പനിയിലുള്ള പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നം എവിടെയായി? കുടുംബത്തിനകത്തായി. സ്തോത്രം. അന്ന് രാത്രിയിലെ പ്രാർത്ഥന നടന്നു, വേദപുസ്തക വായന നടന്നു. സ്തോത്രം ഇല്ലേ? പരസ്പരമുള്ള ഒരു ഇടയടുപ്പം ഉണ്ടായോ? വിള്ളലിന്റെ മേൽ വിള്ളലായി വരികയല്ലേ? സ്തോത്രം. പിന്നീട് അടുത്ത ദിവസം എന്താ ചിന്തിക്കുന്നത്? ഇങ്ങനെ ഒരു വീട്ടിലേക്ക് എങ്ങനെ പോകുന്ന ഒരു ചിന്താഗതിയിൽ ഉണ്ടാക്കുന്നത്. അവിടെ ചെന്നാൽ എനിക്കൊരു കംഫോർട്ട് ഇല്ല ഇല്ലേ? അവിടെ ചെന്നാൽ എനിക്കൊരു കംഫോർട്ട് ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ലേ? സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. സ്തോത്രം. ഇങ്ങനെയൊക്കെ കുടുംബം പോയാൽ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകില്ല. സ്തോത്രം. 12-ാമത്തെ വാക്യത്തിൽ മ്യൂച്വൽ ഡിഫെൻഡിങ് ആണ്. സ്തോത്രം. മ്യൂച്വൽ ഡിഫെൻഡിങ്. ഒരാൾ 1000 എതിരിടും, 2 പേര് എത്ര പേര് എതിരിടും? 10,000 പേര്. അതാ തിരുവെഴുത്ത് പറയുന്നത്. സ്തോത്രം. ഒരാൾ 1000 തോൽപ്പിക്കും, 2 പേര് ചേർന്നാൽ 10,000 തോൽപ്പിക്കും. സ്തോത്രം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്നാൽ ഏതൊരു ശത്രുവിനെ പരാജയപ്പെടുത്താൻ നമുക്കെതിരെ വരുന്ന, നമ്മുടെ കുടുംബത്തിനെതിരെ വരുന്ന, നമ്മുടെ തലമുറകൾക്കെതിരെ വരുന്ന, നമ്മുടെ ഉയർച്ചയ്ക്കെതിരെ വരുന്ന, നമ്മുടെ നന്മകൾക്കെതിരെ വരുന്ന ഏത് പൈശാചികന്റെ കോട്ടയും തകർത്തെറിയാൻ ഭാര്യ ഭർത്തൃബന്ധം അവർ കൈ കോർത്ത് പിടിച്ച് കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, ഒരു ദുഷ്ടനും നിങ്ങളെ തകർക്കില്ല, നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കാൻ കഴിയില്ല, നിങ്ങളുടെ തലമുറകളുടെ മേൽ കൈവെക്കാൻ കഴിയില്ല. ആമേൻ. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിടെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. സ്തോത്രം. ഇല്ലെങ്കിലോ? സ്തോത്രം. യേശു നമ്മുടെ കുടുംബത്തിന്റെ നായകനായിട്ട് അവിടെ എത്തുക. സ്തോത്രം. യേശു നായകനായിട്ട് എത്തുമ്പോൾ നമുക്ക് വീട്ടിനകത്ത് എല്ലാ ഭാഷയും പറയാൻ പറ്റുമോ? ഏറ്റവും ക്ലാസിക്കൽ വൊക്കാബുലറി ഉപയോഗിക്കേണ്ടി വരും ഇല്ലയോ? അല്ലാത്ത ഭാഷ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സ്തോത്രം. എടി ബോത്തേന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. എടാ കാലാന്ന് വിളിക്കാൻ പറ്റുമോ?
പറ്റുമോ? ഇല്ല. സ്തോത്രം. കാരണം ആര് കേൾക്കും? കർത്താവ് കേൾക്കും. കർത്താവ് അവിടെ ഉണ്ട്, ഇല്ലേ? അപ്പൊ കർത്താവ് ഉണ്ടെന്നൊരു ബോധ്യം വന്നാൽ കാലം വിളിയില്ല. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. മറ്റേത് എനിക്കിവിടെ പറയാൻ പറ്റാതെ അതിന് അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നുള്ളത് എനിക്കറിയാം. സ്തോത്രം. അയ്യോ ഹല്ലേലൂയ. നല്ല ഭാഷകൾ, നല്ല നല്ല ഭാഷകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ സ്തോത്രം. അതൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലേ സ്തോത്രം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും അവിടെ കുടിയിരിക്കുക? ഒരു ഡെവിളിഷ് പവർ അല്ലേ? അതിനകത്ത് ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യും. സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുമോ? അങ്ങനെ സഭയ്ക്ക് വിടുതൽ ഉണ്ടാകുമോ? പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ നടക്കുമോ? ആത്മാക്കൾ വരുമോ? പ്രൈസറുകൾ സൗഖ്യം ഉണ്ടാകുമോ? ഇതെല്ലാം ഉണ്ടാകേണ്ട ഒരു സഭയ്ക്കകത്ത് ഞാനിവിടെ വിചാരിച്ചെങ്കിലേ എല്ലാം നടക്കുള്ളൂ. ആ സഭയിൽ കൂടി വരുന്ന ഓരോ കുടുംബങ്ങളുടെ വിചാരിച്ചല്ലേ പറ്റുള്ളൂ. ഇന്ന് രാത്രി എന്നെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയും സമയം, കുറച്ച് സമയമുള്ളൂ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കും. ഉള്ളതുകൊണ്ട് മതിയായിരിക്കും അല്ലേ? പക്ഷേ ഈ നമ്മുടെ ഈ തുടക്കം വായിച്ചില്ലായിരുന്നു കർത്താവിൻ്റെ ഗ്രേറ്റ് കമാൻഡ്മെന്റ്. ഒന്നാമത്തെ കൽപ്പന പൂർണ്ണാത്മാവോടും പൂർണ്ണ അവത്തിന് ശേഷം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായി നമുക്കെതിരെ നല്ലോണം പാര വെക്കുന്നത് ബോസാകട്ടെ ആരെങ്കിലും ആകട്ടെ, നമുക്ക് ശരിക്കും ആ ഒരു സ്നേഹം നമ്മുടെ അകത്തു നിന്ന് പുറത്തോട്ട് വരുമോ? പ്രാക്ടിക്കലി വരാൻ വിഷമോ? വരുമോ? അല്ലെങ്കിൽ അതങ്ങനെ വരണമെങ്കിൽ അതെങ്ങനെ വരും? ദാനിയേൽ 16-ാം അധ്യായം വായിച്ചോ. ബോസുമാരെല്ലാം കൂടെ ഒരു പുള്ളിക്കെതിരെ പാര വെച്ചു. പുള്ളി എന്തെങ്കിലും ചെയ്തു? ചെറിയ പാരയല്ല, വമ്പൻ പാരയാണ്, അല്ലേ? ഒരിക്കലും ചെറിയ കാര്യമല്ല. ജീവനെ അപായപ്പെടുത്തുന്നതാണ്. കൂടെ നിന്നവരാണ്, അല്ലേ? ഒരേ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ ദാനിയേൽ എന്ത് ചെയ്തു? പ്രാർത്ഥനാ മുറിയിലേക്ക് പോയി. സകല പ്രശ്നത്തിൻ്റെ ഉത്തരം എനിക്ക് ലഭിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? എൻ്റെ പ്രാർത്ഥന മുറിയില്ല. എനിക്ക് പകരം ചെയ്താൽ എൻ്റെ ദൈവത്തിൽ പോകും. ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ച് നേടിയെടുത്തതെല്ലാം എനിക്ക് നഷ്ടപ്പെടും. കാരണം വൈരാഗ്യ ബുദ്ധി എപ്പോഴും എവിടുന്ന് വരുന്നതാണെന്ന് അറിയാമോ? ഓപ്പോസിറ്റ് പവറിൽ. അതാണ് കയ്യിനിൽ നമുക്ക് കാണുന്നത്. ആ സഹോദരൻ തിരിച്ചൊന്നും ചെയ്തിട്ടല്ല, ദൈവത്തോടൊരു വഴിപാട് നടത്തി ദൈവം പ്രസാദിച്ചത് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ നമ്മളിത് വായിച്ചെടുത്തുകൊണ്ട് പാപം നിന്റെ വാദത്തിൽ നീ അതിനെ കീഴടക്കണം, നിന്റെ മുഖം പാടിയിരിക്കുന്നുണ്ട്. അവന് കോപിഷ്ഠനായി. ദൈവം ചോദിക്കുമ്പോൾ ദൈവത്തോട് അവൻ കോപിക്കുകയാണ്. സ്തോത്രം. പക്ഷെ എന്നിട്ടും അവൻ എന്ത് ചെയ്തില്ല? അതിന് പിൻവാങ്ങിയില്ല. അവന്റെ മനസ്സിൽ ഉറപ്പിച്ച വൈരാഗ്യം എവിടെ അവസാനിക്കുള്ളൂ എന്നറിയാമോ? ഒരു കൊലപാതകത്തിൽ അവസാനിക്കുള്ളൂ. സ്തോത്രം. മോർദെഖായി ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഹാമാനെതിരെ എന്തെങ്കിലും ചെയ്തോളൂ, ഒരു ഒറ്റ പ്രാർത്ഥന മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ കടുമരം ആർക്ക് വന്നു? ഹാമാൻ. സിംഹത്തിന്റെ കുടിയിൽ പോയവൻ എവിടേക്ക് വന്നു? രാജാവ് ഡിക്ലെയർ ചെയ്തു, അവന്റെ ദൈവത്തെ പോലെ വേറെ ദൈവമില്ല. സ്തോത്രം. എന്റെ ദൈവത്തെ എനിക്ക് വെളിവാങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകളുടെ മുമ്പിൽ ഞാൻ ആരാണെന്ന് കൂടെ വെളിപ്പെടുത്തി വരേണ്ടതുണ്ട്. അങ്ങനെ വെളിപ്പെട്ടു വന്നാൽ പൊസിഷനിൽ സ്തോത്രം അവൻ ബോസ് ആയിരിക്കും, പക്ഷെ അവന്റെ മനസ്സിൽ നമ്മൾ ബോസ് ആയിരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. പ്രശ്നമുള്ളവരട്ടെ, കുടുംബത്തിൽ ഷെയർ ചെയ്യട്ടെ, ഒരുമിച്ച് നിൽക്കട്ടെ, എന്നിട്ട് പ്രാർത്ഥിച്ച് നോക്കും. ദൈവത്തിന് വിടുതലുണ്ടാവും. ഓക്കെ. പക്ഷേ ഈ ഡിസൈബിൾഷിപ്പിനെ പറ്റി രാവിലെ പറഞ്ഞ് അതിൻ്റെ ചോദ്യം ചെയ്യുക. നമ്മൾ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പിന്നെ ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക. അതൊക്കെ ആ ഡിസൈബിൾഷിപ്പിലേക്ക് വരുന്നവർക്കുള്ള ഒരു ഇതല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഗൾഫിലേക്ക് വരുന്ന നമ്മുടെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അവർ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരത്തിന് വേണ്ടിയാണ് ഗൾഫിൽ വരുന്നത്. ഇവിടെ വന്ന് ജീവിക്കുന്നവരാ കഥ ഈ കർത്താവ് പറയുമ്പോൾ കർത്താവ് എപ്പോഴും ഈ ഭൗതിക വിഷയത്തിൽ ലിമിറ്റേഷൻ ചെയ്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണമുണ്ട്. യേശു കർത്താവിനെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 3 പരീക്ഷ കർത്താവ് മുമ്പിൽ നടന്നു.
അതിലൊരു പരീക്ഷ എന്ന് പറയുന്നത് പിശാച് എന്തായെന്നറിയാം, ഈ ലോകത്തിലെ സർവ്വ സമ്പത്തും മഹത്തുക്കളൊക്കെ കർത്താവിനെ കാണിച്ചിട്ട് പറഞ്ഞെന്താണെന്നറിയാം, ഞാനിത് മുഴുവൻ നിനക്ക് തരാം, നീ എന്ത് ചെയ്താൽ മതി എന്നെ ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞ സാധനം അത് അവൻ ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്, വീണ് എന്നെ നമസ്കരിച്ചാൽ മതി, ദാറ്റ് മീൻസ് വർഷിപ്പ് ചെയ്താൽ മതി. പിശാചിന് പോലും ഈ സമ്പത്ത് വേണ്ട, ഇത് വിട്ടുകളയാൻ അവന് വലിച്ചോണ്ട് നടന്ന അവന് മതിയായി, മനസ്സിലായോ? വിട്ടുകളയാൻ അവൻ തയ്യാറാണ്, പക്ഷെ പറ്റാതെ പോകുന്നതാണ്. സമ്പത്തിന്റെ ആധിക്യം കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരേപോലെ ദൈവത്തെയും മാമോനെയും സേവിക്കാൻ പറ്റില്ല, അല്ലെ? മാമോനെയും സേവിക്കാൻ പറ്റില്ല. മാമോൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ലക്ഷ്മി ദേവി ഉണ്ടല്ലോ ഇന്ത്യയിൽ, അതിന്റെ ഇക്വലന്റ് ആണ് പാലസ്തീനിലെ മാമോൻ എന്ന് പറയുന്നത്. ധനദേവതയ്ക്കാണ് മാമോൻ എന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞത് എന്താ അറിയോ? ധനദേവതയും എന്നെയും നിനക്ക് ഒരുപോലെ സേവിക്കാൻ പറ്റില്ല. സ്തോത്രം. നമ്മൾ ജോലി ചെയ്തു, നമുക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ, നമ്മുടെ മനസ്സ് അതിലേക്കാകാൻ പാടില്ല, മനസ്സിലായോ? പക്ഷേ ആ മനസ്സ് അതിലേക്ക് വരാതെ മനസ്സ് ദൈവത്തിലേക്ക്, ഞാനതാ ദാവീദിനെ പറഞ്ഞത്, മനസ്സ് ദാവീദിന്റെ സിംഹാസനത്തിലായിരുന്നില്ല, ആഡംബരത്തിലായിരുന്നില്ല, ധനത്തിലായിരുന്നില്ല, മനസ്സ് ദൈവത്തിലായിരുന്നു. സ്തോത്രം. ദൈവം നമുക്ക് സംഗതി തരട്ടെ, പക്ഷേ എനിക്ക് കിട്ടുക നന്മയുടെ ദൈവത്തിന് വേണ്ടി ചെയ്യാനും കൂടെ ആയിരിക്കും ദൈവം എന്നെ ചിലത് ഏൽപ്പിക്കുന്നത്. എല്ലാം എനിക്ക് വേണ്ടിയല്ല. പോസ്റ്റ്മാന്റെ കയ്യിൽ ഇരിക്കുന്ന പൈസ മുഴുവൻ പോസ്റ്റ്മാന്റേതല്ല. സ്തോത്രം. ഞാൻ മീഡിയേറ്റർ കൂടെയാണ്. എന്റെ കയ്യിൽ തരുന്ന ധനത്തിന്റെ കസ്റ്റോഡിയനാണ് ഞാൻ. ആ കസ്റ്റോഡിയനായ ഞാൻ എന്നെ ദൈവം ഏൽപ്പിച്ച ധനത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ കൂടെയാണ് ഞാൻ. മനസ്സിലായോ? ഈ ധനം എന്റേതല്ല. ഇനി നമ്മൾ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്താ അറിയോ? നിനക്ക് അധ്വാനിച്ച് അനുഗ്രഹം ഉണ്ടാകാൻ നിനക്ക് ആരോഗ്യം തന്ന ദൈവം. അപ്പൊ നമ്മുടെ സമ്പത്തിന്റെ സോഴ്സ് ഏതാണ്? നമ്മുടെ ആരോഗ്യ. അത് എവിടുന്ന് തന്നതാ? നമുക്ക് ദൈവം തന്നതാ. ഇന്റലക്ച്വൽ പവർ എവിടുന്ന് കിട്ടിയതാ? ദൈവത്തിൻ്റെതാ, അല്ലേ? ആരോഗ്യവും ഇന്റലക്ച്വൽ പവറും കൂടെ ചേർന്നതാണ് നമ്മുടെ ധനം. അപ്പൊ ഈ ധനത്തിന്റെ ഉടമസ്ഥനാരാണ്? ദൈവമാണ്. അപ്പൊ നമുക്ക് തരുമ്പോൾ ആർക്കും നമുക്ക് കൊടുക്കണം. ഇങ്ങനെ വരുമ്പോൾ ഈ ധനത്തിലായിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ. ഉണ്മാനം കൊടുക്കാനുള്ളതൊക്കെ വെച്ചിട്ട് ബാക്കി ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യും. കയ്യിൽ കിട്ടുന്നത് അതിനും കൂടെയാണ്. അവിടെയാണ് ഡിസൈപ്പിൾഷിപ്പ്. ഒരാൾക്ക് മാത്രമല്ല, നമ്മളെല്ലാം ഡിസൈപ്പിൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ രീതിയിൽ ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. പ്രിയ അഞ്ഞുബ്രദർ ചോദിച്ചതുപോലെ 2 ചോദ്യങ്ങളാണ് നമ്മുടെ സഹോദരന്മാരെ ചോദിച്ചത്. അതുകൂടെ കർത്താവിന്റെ ദാസൻ വിശദീകരണം നൽകാനിടയായി തീർന്നു. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും? അത് മാനുഷികമായി നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം. ഒരിക്കലും മാനുഷികമായിട്ട് നമുക്കത് ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നു, മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. ദൈവത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് സാധ്യമാക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മനോഭാവം നമ്മിൽ വളർത്തിയെടുക്കുവാൻ നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും മറ്റുള്ളവരെ സ്നേഹിപ്പാനും അംഗീകരിപ്പാനും ദൈവം നമുക്ക് ഒരു മനസ്സ് തരണം. നമ്മളത് യോസേഫിന്റെ ജീവിതത്തിൽ കാണുന്നതാണ്. സഹോദരന്മാർ എന്തെല്ലാം ചെയ്തിട്ട് മാറി കണ്ണുനീരുകൊണ്ട് അതിനെ യോസേഫിന്റെ ആ കരച്ചിലുകൾ നമ്മൾ പലപ്പോഴും ദൈവജനത്തിലൂടെ ഇവിടെ ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. ഓരോ സമയത്തും യോസേഫ് കരയുന്ന കണ്ണുനീരുകൾ. അപ്പൊ അവിടെയെല്ലാം ആ ഒരു രൂപാന്തര സ്വഭാവത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവരട്ടെ. കാവലദാസൻ പ്രിയ ജിനുകൾ പറഞ്ഞ പോലെ ഉണ്മാനും ഉടുപ്പാനും മതി എന്നുള്ള ഒരു അതിനെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ വിശദീകരിപ്പാനിടയായിരുന്നു. അതൊരു ലിമിറ്റഡ് റിസോഴ്സിനെ കുറിച്ചല്ല കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ജീവിക്കാനുള്ള കാശ് മതി, എനിക്ക് കഴിക്കാനുള്ളത് മാത്രം മതി, എനിക്ക് ധരിക്കാനുള്ളത് മാത്രം മതി എന്നുള്ള ഒരു വരുമാനം അത് മതി എന്നുള്ളതിനെ കുറിച്ചല്ല. എൻ്റെ കാര്യം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് മറ്റുള്ളവരെ സഹായിപ്പാനും മറ്റ് ദൈവനാമ മഹത്വത്തിനും വേണ്ടി ദൈവം എനിക്ക് തരുന്നു. അതിൻ്റെ യഥാർത്ഥ വിനിയോഗം ചെയ്യുന്ന ഒരാളായിട്ട് മാറുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുക. അപ്പോഴും നമ്മുടെ മനോഭാവം
എനിക്ക് ഉണ്മാനും എനിക്ക് ഉടുപ്പാനും ദൈവം തരുന്നു. ബാക്കി ദൈവം കാര്യങ്ങൾ എനിക്ക് തരുന്നത് എനിക്ക് ഒപ്പമുള്ളവരെ കരുതുവാനും സഹായിക്കാനും വേണ്ടിയാണ്. അത് എത്ര 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 കൂടി എത്ര നമുക്ക് കിട്ടിയാലും അത് ആ ഒരു മനോഭാവം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ. അല്ലാതെ എനിക്ക് 2000 രൂപ മതി, 2000 രൂപയുടെ ജോലി, എനിക്ക് ജീവിക്കാൻ 2000 രൂപ മതി, ഞാൻ 2000 രൂപയുടെ ജോലി എടുക്കുന്നു എന്നല്ല. എനിക്ക് 10000 രൂപ മതി, 10000 രൂപയുടെ ജോലിയെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നല്ല. എനിക്ക് 20,000 കിട്ടിയാലും 50,000 കിട്ടിയാലും എൻ്റെ മനോഭാവം ഉണ്മാനും ഉടുപ്പാനും ഉള്ളത് മതി. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിപ്പാനും ദൈവം നമുക്ക് നൽകുന്ന മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് പങ്കുവെക്കുവാനും ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ ഒരു ദൈവവൈദ്യൻ ഒരിക്കലും ഒരു മൾട്ടി മില്യണർ ആകുവാൻ ഒക്കത്തില്ല, ഒരിക്കലും ഒക്കത്തില്ല. കാരണം അവൻ്റെ മനോഭാവം അങ്ങനെ വരുന്നതോടുകൂടെ മറ്റുള്ളവരെ സഹായിപ്പാനും കരുതുവാനും അവനെ എന്ത് ചെയ്യും ദൈവം. അപ്പോൾ തന്നെ ധനവിനിയോഗത്തിന്റെ എല്ലാ പാഠങ്ങളും ദൈവമാണ് നമുക്ക് നൽകുന്നത്. അതിനുവേണ്ടി കർത്താവ് നമ്മളെ പഠിപ്പിക്കട്ടെ, ശീലിപ്പിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം.